കാട്ടിയതീരേ മിഞ്ഞത്തീരേ അതവിൽ നമുക്കലിപ്പെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാക്കുമുൽ ജന്നത്തിന്റെ പൂർണ്ണ ജമാല തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയതീരേ മിഞ്ഞത്തീരേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയതീരേ മിഞ്ഞത്തീരേ. സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ സിസ്റ്റം ഒക്കെ തുറന്നിട്ട് വേണം. അതിന്റെ ചെറിയൊരു താമസം മാത്രമാണുള്ളത്. 5 മിനിറ്റ് നേരത്തെ പറഞ്ഞത്, 5 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതാനും അദ്ദേഹം എത്രയും വേഗം എത്തും. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടാകും. പിന്നെ പ്രാർത്ഥന, അതിന്റെ മര്യാദകൾ, അത് സംബന്ധമായ ക്ലാസ്സാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെയാണ് സൽമാൻ അസ്ഹരിയുടെ ക്ലാസ് ഉണ്ടായത്. സൽമാൻ അസ്ഹരിയുടെ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം എനിക്ക് ചില ആളുകളൊക്കെ വിളിച്ചിരുന്നു. ചില ആളുകൾ വിളിച്ചല്ല, എനിക്ക് PM ചെയ്തുകൊണ്ട് ഇന്നലെ ക്ലാസ് എടുത്ത ആ ഉസ്താദിന്റെ നമ്പറും കിട്ടുമോ, നേരത്തെ ക്ലാസ് എടുത്ത ആ ഉസ്താദിന്റെ നമ്പറും കിട്ടുമോ, അങ്ങനെ ഈ രീതിയിലൊക്കെ ചില ആളുകളൊക്കെ പിന്നെ അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചില അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ ചില ആളുകൾ ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം സൽമാൻ അസ്ഹരിയുടെ ക്ലാസ് പല ആളുകൾക്കും വല്ലാതെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അല്ലെ? അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരാളുടെ ക്ലാസ്സിന് തൃപ്തിപ്പെടുമ്പോ അത് നമ്മുടെ ഈ പിന്നെ എന്തായാലും പറയാ, ഈ ശാശ ഇതിന്റെ വൈരക്സിന്റെ ഒരു ടെക്സ്റ്റ് ഒക്കെ ചെയ്യുന്ന സ്ഥലം, എന്താണ് അതിന്റെ പേരെന്തായാലും വേണ്ടില്ല, അതിന്റെ ആ പ്രതികരണം അതുപോലെ ശരിക്ക് അറിയാൻ സാധിക്കും. ആളുകൾ ഇങ്ങനെ പൂവെറിഞ്ഞുകൊണ്ടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞുകൊണ്ടും റസൂലുള്ളാഹിന്റെ ഒക്കെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തും മഹാന്മാരുടെ പേര് ഇങ്ങനെ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ഇപ്പൊ അതൊക്കെ. ഒരാളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴേ ഇതിപ്പോ വല്ലാത്തൊരു പിന്നെ ഈ ഒരു വിഷമം ഉള്ള ഇതാണല്ലേ. ഒരു തനിച്ചോ റൂമിൽ ഇരുന്ന് സംസാരിക്കുക, ആരത് കേൾക്കണതെന്ന് എന്നറിയില്ലോ. നമ്മൾ ഈ സംസാരിക്കുന്ന ആരും കേൾക്കുന്നുണ്ടോ ഇല്ല എന്ന് അറിയില്ലോ. അപ്പൊ കേൾക്കുന്നുണ്ട് എന്ന് അങ്ങനെ അറിയുമ്പോഴാണ് ഈ സംസാരിക്കുന്ന ആൾക്ക് ഇതിനോട് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സമയത്ത് മഹാന്മാരുടെ പേരൊക്കെ പറയുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു ഒരു റാ ഒക്കെ അടിച്ചു കൊടുക്കുക. അതുപോലെ റസൂലുള്ളാഹിന്റെ പേരേക്കും സ്വലാത്ത്, അതുപോലെ ദുആ ചെയ്യുമ്പോൾ ആമീനൊക്കെ ഉണ്ടാവുക. അതുപോലെ അങ്ങനെ പല ആളുകളുണ്ട് പെടട്ടോ. ഒരാളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു ക്ലാസ് എടുക്കുന്ന ഒരാള് ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ആയത്തോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഓതി നിൽക്കുക. എന്നാൽ നമ്മുടെ അൽവാഫി പോലെയുള്ള, അൽവാഫി മാത്രമല്ല, അങ്ങനെ പല ആളുകളും ആ ആയത്ത് പൂർണ്ണമായും ഇവിടെ ടെക്സ്റ്റ് ചെയ്യുന്ന, പേസ്റ്റ് ചെയ്യുന്ന അങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതുപോലെ അതുമായി സഹകരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് സൽമാൻ അസ്ഹരി എത്തിയിട്ടുണ്ട്. സൽമാൻ അസ്ഹരി ഞാൻ ഈ പറഞ്ഞ കേൾക്കേണ്ടി റൈസ് ചെയ്യണം. അദ്ദേഹം ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട് എങ്കിൽ സൽമാൻ അസ്ഹരി റൈസ് ഹാൻഡ് ചെയ്യണം. ഇവിടെ പിന്നെ നിങ്ങൾക്ക് സ്വാഗതം പറയല് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബുശ്റാക്കുൽ യൗമിന്റെ ഭാഗമായ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യുന്ന പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ കാണാതായപ്പോ പിന്നെ കുറച്ചും കൂടി നേരം സംസാരിച്ചതാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് സൽമാൻ അസ്ഹരി മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري
واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان. صدق الله مولانا العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മഹത്തായ ഒരു സംഭാവനയായ ബുശ്റാക്കുമുൽ യൗമിന്റെ മറ്റൊരു വേദിയിലാണ് ഇപ്പോൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ശ്രോതാക്കളായ നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ അർഹമായ പ്രതിഫലം നൽകി കബൂൽ ചെയ്യട്ടെ. അമലിനെ ബാത്തിലാക്കുന്ന എല്ലാ ദുർചിന്തകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും അഹ്ലുകാരെയും സലാമത്താക്കട്ടെ. പ്രാർത്ഥന എന്ന വിഷയത്തെ അധികരിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സമയങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിരുന്നത്. അതിന്റെ രണ്ടാം ഭാഗം, പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമും ഈമാനും തഖ്വയും നമുക്കും അഹ്ലുകാർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. റിയാ, സുംഅത്ത്, ഉജ്ബ് പോലുള്ള മാനസിക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അഹ്ലുകാരെയും സലാമത്താക്കട്ടെ. പ്രാർത്ഥന സ്വീകരിക്കാൻ ചില കുറുക്ക് വഴികളാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പ്രാർത്ഥന സ്വീകരിക്കുവാനുള്ള ചില കുറുക്കുവഴികൾ എന്ന എന്റെ പ്രയോഗം തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, തങ്ങളെ തൊട്ട് മഹാന്മാരായ സലഫുസ്വാലിഹീങ്ങൾ ഉദ്ധരിച്ചു വന്ന ഹദീസുകളുടെ വെളിച്ചത്തിൽ തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി ഗ്രഹിക്കാനും പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രാർത്ഥന സ്വീകരിക്കുവാനുള്ള ഒരുപാട് വഴികളുണ്ട്. അതിൽപ്പെട്ട ഒരു വഴിയാണ് പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ചില മജ്ലിസുകളൊക്കെ ഉണ്ട്, ചില സമയങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്നാൽ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാൻ വളരെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ പ്രാർത്ഥനയും ദുആ ചെയ്യുന്ന ആളുകൾ തന്നെ അവലംബിക്കേണ്ട ചില
വഴികളുമുണ്ട്. അതിൽപ്പെട്ട ഒരു വഴിയാണ് നമ്മൾ ചെയ്യുന്ന അഅ്മാലുകളെ കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക എന്ന്. നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യുക. അതിന് അങ്ങനെയുള്ള വല്ലതും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇന്നലകളിൽ വേണം. പടച്ചവനെ, ഞാന് ചെയ്ത ഇന്നാലിന്റെ പ്രവർത്തനം അത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടും നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുമാണെങ്കിൽ ആണ് എന്ന് നിനക്കറിയുമെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ ബറക്കത്ത് കൊണ്ട് അതിന്റെ ഫലം കൊണ്ട് എന്റെ ഇന്ന കാര്യങ്ങളെ നീ ശരിയാക്കി തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നത് ഉദാഹരണം. ഈ രീതിയിലുള്ള പ്രാർത്ഥന, അതായത് അവനവൻ ചെയ്ത സൽക്കർമ്മങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് വസീലയാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന, ദുആക്ക് ഇജാബത്തിനുള്ള വളരെ എളുപ്പമുള്ള ഒരു വഴിയാണ്. വീണ്ടും ശ്രദ്ധിക്കണം, അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അത് വലിയ ഒരു സംഭവമായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരു ഉദാഹരണം പറയാം. മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓർത്തെടുത്താൽ, ഇന്നലകളിൽ ആലോചിച്ചെടുത്താൽ നമുക്ക് പലതും ഓർമ്മയിൽ വരും. ഏതെങ്കിലും ജീവികൾ, മിണ്ടാപ്രാണികൾ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരു ഭൗതിക ഇച്ഛയും ആഗ്രഹിക്കാതെ അതിനെ രക്ഷപ്പെടുത്തുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു ഉദാഹരണം പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു സംഭവം. ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അയാൾ ദാഹം കാരണം തൊട്ടടുത്തുള്ള വഴിമധ്യേയുള്ള ഒരു കിണർ കണ്ടപ്പോൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുകയും കുടിച്ച് ദാഹം അകറ്റുകയും ചെയ്തു. അദ്ദേഹം വെള്ളം കുടിച്ചിറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കയറിയപ്പോൾ, അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നായ ദാഹം സഹിക്കാൻ കഴിയാതെ നനഞ്ഞ മണ്ണ് നക്കുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം തന്റെ ഷൂവ് അല്ലെങ്കിൽ തന്റെ ഹുഫ ഊരിയെടുത്തുകൊണ്ട് കിണറ്റിലേക്ക് ഇറങ്ങുകയും അതിൽ വെള്ളം നിറച്ച് തന്റെ വായ കൊണ്ട് കടിച്ചു പിടിച്ച്, കാരണം കൈ കൊണ്ട് കിണറ്റിൽ നിന്ന് കയറുമ്പോൾ രണ്ട് കൈയും പിടിക്കേണ്ടി വരും, വായ കൊണ്ട് കടിച്ചു പിടിച്ച് അദ്ദേഹം കിണറ്റിൽ നിന്ന് പുറത്തു വരികയും ആ നായക്ക് കുടിപ്പിക്കുകയും ചെയ്തു. അതു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നൊരു സംഭവം. സത്യത്തിൽ വളരെ നിസ്സാരമായ ഒരു കാര്യം. ഒരു നായ എന്ന് പറയുമ്പോൾ സാധാരണ ജീവികളെ അപേക്ഷിച്ച് അല്പം തരം താഴ്ന്ന ജീവി. എന്നിട്ട് ആ ജീവിക്ക് വെള്ളം കൊടുത്തു, ഒരു നേരം ദാഹം അകറ്റിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗം നൽകി എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ, അവന്റെ സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യർ മാത്രമല്ല എന്ത് ജീവജാലങ്ങളിൽപ്പെട്ട ആർക്കും എന്തും ഇതുപോലുള്ള വല്ലതും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ വസീലയാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. ഞാൻ ആ ചെയ്തത് പടച്ചവനെ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ ചെയ്തതിന്റെ ഫലമായി, അതിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ അത് കാരണമായി എന്റെ കാര്യങ്ങൾ, എന്റെ രോഗം ശിഫയാക്കണേ, അല്ലെങ്കിൽ എന്റെ കടം വീട്ടണേ രീതിയിലുള്ള ഒരു ദുആ വളരെ ഫലവത്തായ ദുആയാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ വിവരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ മനുഷ്യരല്ലാത്ത സൃഷ്ടികൾക്ക് ഗുണം ചെയ്യുന്നത് പോലും വലിയ പുണ്യമുള്ള കാര്യമാണ്. നമുക്കറിയാം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനധികം കാഫിറിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഇജാബത്തുണ്ടാവും. അങ്ങനത്തെ ഘട്ടങ്ങളില്ലേ? കാഫിറിന്റെ ദുആക്ക് പോലും, പ്രാർത്ഥനയ്ക്ക് പോലും ഇജാബത്തുള്ള ഘട്ടങ്ങളുണ്ട്. അതെങ്ങനെ? ഇപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, സൂക്ഷിക്കാൻ വേണ്ടി ഉപദേശിച്ച ഒരു പ്രാർത്ഥനയാണ് ദുആഉൽ മദ്ലൂം, അല്ലെ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത് ദഅവത്തുസ് സ്വാഇമി വദഅവത്തുൽ മദ്ലൂമി വദഅവത്തുൽ മുസാഫിരി. 3 പ്രാർത്ഥനകളെ നിങ്ങൾ സൂക്ഷിക്കണം. അത് വളരെ ഉത്തരമുള്ള പ്രാർത്ഥനയാണ്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, ഉത്തരം നൽകപ്പെടുന്ന 3 പ്രാർത്ഥനകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ദഅവത്തുസ് സ്വാഇമി, ഒന്ന് നോമ്പുകാരന്റെ പ്രാർത്ഥന. നോമ്പുകാരന്റെ പ്രാർത്ഥന അത് നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന പല ഘട്ടങ്ങളുണ്ട്. അവൻ നോമ്പുകാരനായിരിക്കെയുള്ള അവന്റെ പ്രാർത്ഥന സ്വീകാര്യമാണ്. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയും. നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സും മറ്റൊക്കെ മുന്നിൽ വെച്ച് ക്ലോക്കിലേക്ക് നോക്കി വെറുതെ ആലോചിച്ച് സൊറ പറഞ്ഞിരിക്കുന്നതിന്റെ പകരം ആ സമയത്ത് ദുആ ചെയ്താൽ ദുആക്ക് ഏറ്റവും ഇജാബത്തുള്ള സമയമാണ് ആ സമയം എന്ന് പറയുന്നത്. നോമ്പുകാരന്റെ പ്രാർത്ഥന. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, അല്ലേ, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ ചില മഹാന്മാരായ മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിച്ചതെന്താ? നിങ്ങൾ സ്വബർ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, അല്ലെ. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിസ്കരിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും. ഈ സ്വബറിന് സൗമ് എന്ന് ചില മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുകയുണ്ടായി. അതായത് ഒരു മനുഷ്യൻ ദുആക്ക് ഇജാബത്ത് അവന്റെ പ്രത്യേകമായ പ്രതിസന്ധി ഘട്ടത്തിൽ അവന്റെ കാര്യസാധ്യത്തിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കുകയും എന്നിട്ട് ദുആ ചെയ്യുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കും. അതുകൊണ്ടാണ് മഹാന്മാരായ പല ആളുകളും, ബഹുമാനപ്പെട്ട വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങളുടെ ജീവചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയുണ്ട്. പുതിയങ്ങാടി കടപ്പുറത്തുകാർക്ക് അല്ല, കടൽക്ഷോഭം മൂലം കടലിലേക്ക് ഇറങ്ങാൻ കഴിയാതെ മത്സ്യത്തൊഴിലാളികൾ മുഴുവനും വല്ലാതെ പ്രയാസപ്പെട്ടൊരു സാഹചര്യത്തിൽ വരക്കൽ ബഅലവി തങ്ങളെ സമീപിക്കുകയും ദുആ ചെയ്യാൻ അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ 3 ദിവസം നോമ്പനുഷ്ഠിക്കുക, 3-ാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് 3-ാമത്തെ ദിവസം അദ്ദേഹം കടപ്പുറത്തേക്ക് ചെല്ലുകയും അദ്ദേഹം ദുആ ചെയ്യുകയും ചെയ്തു. തൽഫലമായി പുതിയങ്ങാടിക്കാരായ ആളുകൾക്ക് വളരെ സന്തോഷത്തോടുകൂടെ മത്സ്യബന്ധനം നടത്താനുള്ള സൗകര്യമുണ്ടായി എന്നത് വരക്കൽ തങ്ങളുടെ ജീവചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. അപ്പൊ മഹാന്മാരായ ആളുകളൊക്കെ ഇത് പഠിപ്പിക്കുകയും പറയുകയും ചെയ്തിരുന്നു. ദുആക്ക് ഇജാബത്ത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന, അവലംബിക്കാവുന്ന ഒരു രീതിയാണത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് എന്ന ആയത്തിനെ ചില മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നോമ്പ് നോറ്റുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടും സഹായം ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക? സുന്നത്ത് നോമ്പ് നോൽക്കുക, എന്നിട്ട് നന്നായിട്ട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് ഉത്തരം ചെയ്യും. അതേപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദഅവത്തുൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അവൻ ദുആ സമ്മേളനം നടത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് വളരെ ഭയപ്പെടേണ്ട പ്രാർത്ഥനയുമാണ്. വളരെ ഭയപ്പെടേണ്ട ഒരു പ്രാർത്ഥനയാണ്. ആക്രമിക്കപ്പെടുന്ന വ്യക്തി അവൻ ആരാവട്ടെ, അവനൊരു പക്ഷെ കാഫിറാവാം, എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖാണവൻ, അല്ലെ, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. ആ നിലക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനും റഹീമുമാണ്. റഹ്മാൻ, ദുനിയാവിൽ അവൻ അള്ളാഹു വിശാലത ചെയ്യുന്നു, റഹ്മത്ത് ചെയ്യുന്നു, കരുണ ചെയ്യുന്നു. അത് കാഫിറിനും ചെയ്യും, മുസ്ലിമിനും ചെയ്യും. അപ്പൊ കാഫിറാണെങ്കിൽ പോലും ദുനിയാവിൽ അവനെ പ്രയാസപ്പെടുത്തിയ ആരെങ്കിലും അവനെ പ്രയാസപ്പെടുത്തിയാൽ അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പടച്ചോനെ അല്ലെങ്കിൽ ദൈവമേ എന്ന് എന്റെ അശക്തത കൊണ്ടാണല്ലോ എന്നെങ്ങാനും അവനൊന്ന് പറഞ്ഞു പോയാൽ ആ പ്രാർത്ഥന നമുക്ക് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും. മദ്ലൂമിന്റെ പ്രാർത്ഥന സൂക്ഷിക്കേണ്ട ദുആയാണ്, സൂക്ഷിക്കേണ്ട പ്രാർത്ഥനയാണ്. അവൻ ദുആ സമ്മേളനം നടത്തണം, ഹത്തോതണം എന്നൊന്നുമില്ല. അവന്റെ നെഞ്ചിൽ കൈവച്ചു പോയാൽ മതി. ഒരു ഉദാഹരണം പറയാം.
എന്റെ വളരെ അടുത്ത എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന് ഒരു ഹോബി ഉണ്ടായിരുന്നു. ഹോബി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈമാനും അദ്ദേഹത്തിന്റെ ദീനിനോടുള്ള സ്നേഹവും കൊണ്ടുണ്ടായ ഒരു ഹോബി. അതായത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം മോട്ടോർ സൈക്കിൾ എടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അന്ന് എന്റെ നാട്ടിൽ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്. ഇപ്പോൾ അത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പൂട്ടി. അങ്ങനെ ഈ കള്ള് ഷാപ്പിൽ നിന്നും കള്ള് കുടിച്ചിറങ്ങുന്ന പല കള്ളുകുടിയന്മാരുണ്ടാവും. അവര് 4 കാലിൽ ആടി കിടക്കുക വേണ്ട, ഇരിക്കുക വേണ്ട, നിൽക്കുക വേണ്ട എന്നറിയാതെ വളരെ പ്രയാസപ്പെട്ട് ആടി ആടി പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ എന്റെ സുഹൃത്ത് അവരുടെ അടുത്തുകൂടി വണ്ടി ഓടിച്ചു കൊണ്ടുപോയി അവരെ ചവിട്ടുകയും അവര് തെറിച്ചു വീഴുകയും ചെയ്യും. അതിനവൻ പറയുന്ന ന്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പൈസയും അല്ലാഹു തആല കൊടുത്ത ബുദ്ധിയും ആരോഗ്യം എന്തിനാ അവരെ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് അവരെ വെറുതെ വിട്ടുകൂടാന്നാ, അവരനുഭവിക്കട്ടെ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവന്റെ കൂടെ വണ്ടിയുടെ ബാക്കിൽ കയറി, മോട്ടോർ സൈക്കിളിന്റെ ബാക്കിൽ കയറിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ് ഒരാളുണ്ട് 4 കാലിൽ ആടി ഇങ്ങനെ പോവാണ്. റോഡിന്റെ സൈഡ് ഓരം ചേർന്ന് വളരെ പ്രയാസപ്പെട്ടൊരു കള്ളു കുടിച്ച ഒരു കള്ളുകുടിയാൻ നടന്നു പോകും. ഇവൻ വണ്ടി അയാളുടെ അടുക്കലേക്ക് സൈഡാക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇതെന്താന്ന് അറിയാതെങ്ങനെ, എന്താ ഇവന്റെ പരിപാടി എന്ന് അറിയാതെങ്ങനെ കണ്ടിരിക്കുക. ഇവൻ അയാളുടെ അടുത്തെത്തിയപ്പോ സുബ്ഹാനല്ലാഹ് ഇപ്പോഴും എന്റെ കണ്ണിൽ കാണണ ആ മനുഷ്യന്റെ ഊരക്കൊരു ചവിട്ട് കൊടുത്തിട്ട് അയാള് തെറിച്ചു വീണ രംഗം ഇപ്പോഴും എന്റെ കണ്ണിൽ കാണുകയാണ്. പൊതുവെ വണ്ടിയുടെ മുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാളെ അടിക്കുകയോ അല്ലെങ്കിൽ ചവിട്ടുകയോ ചെയ്താൽ വലിയ ശക്തിയോടെയാണ് അത് ഒരു വലിയ പ്രഹരമായിട്ടാണ് ചെല്ലുക. ഈ ചവിട്ട് കാരണം ഇയാള് തെറിച്ചു വീണിട്ട് എനിക്കത് വല്ലാത്ത മനസ്സിന് വലിയ വിഷമമുണ്ടായി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഈ ചെയ്തത് ശരിയല്ല. അപ്പൊ എന്നോട് ഈ പറഞ്ഞ ന്യായം പറഞ്ഞു, എന്തിനാണ് അവനിത് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ അയാളുടെ നാളെയെ കുറിച്ച് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലോ, അല്ലാഹുവിന്റെ ഖളാഉം തീരുമാനങ്ങളൊക്കെ മുമ്പേ ഉള്ളതല്ലേ. ഇയാളുടെ നാളെയുള്ള ഭാവി എന്താന്ന് നമുക്കറിയില്ല. അയാൾ ഒരു പക്ഷെ നാളെ വലിയ മഹാനാവാം. ഇനി ഒരു പക്ഷെ അയാൾ കള്ള് കുടിച്ചത് തന്നെ വിവരമില്ലാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ കള്ള് കുടിച്ചെങ്കിൽ തന്നെ ആർക്കും ശിക്ഷിക്കാനുള്ള അധികാരം അല്ലാഹു തആലയോട് കൊടുത്തിട്ടില്ല. അതിനൊക്കെ ശരീഅത്ത് അതിൻ്റെതായ രൂപത്തിലൊക്കെ കാര്യങ്ങൾ വളരെ ചെയ്തിട്ടുണ്ട്. ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥ ഇസ്ലാമിലില്ല. അതുകൊണ്ട് നീ ഇത് ചെയ്ത് അയാൾക്കൊരു പക്ഷെ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവും, ചെറിയ കുട്ടികൾ ഉണ്ടാവാം. ഈ വീഴ്ചയിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ആ കുട്ടികൾ വഴിയാധാരമായി. ആ കുട്ടികളിൽ ഏതെങ്കിലും ഒരാൾ നെഞ്ചത്ത് കൈവച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ അതോടുകൂടെ നമ്മുടെ കഥ കഴിയും. അത് എന്തിന് നമ്മൾ അതിൽ പോണം? കള്ള് കുടിച്ചവനെ ശിക്ഷിക്കാൻ അല്ലാഹു തആല വദഇ ചെയ്ത ഒരു നിയമം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയും അതോടുകൂടെ എന്റെ സുഹൃത്ത് അൽഹംദുലില്ലാഹ് ഏർപ്പാട് അവൻ നിർത്തുകയും ചെയ്തു. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു പക്ഷെ നമുക്ക് വലിയ ഭവിഷ്യത്തായി ഭവിക്കാം. അപ്പൊ വളരെ സൂക്ഷ്മതയോട് കൂടി വേണം നമ്മൾ കാര്യങ്ങൾ നീക്കാൻ. അതേപോലെ തന്നെ പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രവാസ ലോകത്തുള്ള ആളുകൾ സാധാരണ ഒരു സംസാരമുണ്ട്, അറബികളുടെ കീഴിൽ ജോലി ചെയ്യാൻ വളരെ സുഖ. നേരെ മറിച്ച് ഒരു മലയാളിയായ ഓണറുടെ കീഴിൽ ജോലി ചെയ്യാൻ വളരെ പ്രയാസം എന്ന് സാധാരണ പ്രവാസികളായ തൊഴിലാളികളുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്. അറബികൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു പക്ഷേ അപ്പോഴത്തെ ദേശത്തിന് ഒരു പക്ഷെ അടിക്കാം അല്ലെങ്കിൽ ശകാരിക്കാം. പക്ഷെ തൊട്ടടുത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അവർ നമ്മളെ കാണുമ്പോഴായിരിക്കും അസ്സലാമു അലൈക്കും കൈഫ ഹലക് എന്ന് വെച്ചിട്ട് അവർ വരിക. കാരണം അവരതൊക്കെ മറന്നു. നമ്മൾ മലയാളികളുടെ ഹൃദയത്തിൽ ആ കുടിപ്പകയും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നടക്കുക. അവരെ കണ്ട കാറി തുപ്പാനുള്ള ദേഷ്യം നമുക്കുണ്ടാവും. പക്ഷെ അവന്റെ ആ 5 മിനിറ്റ് മുമ്പ് പെരുമാറിയ ആളെ അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അവരെ സംബന്ധിച്ചോളം അവരുടെ ഹൃദയത്തിൽ അങ്ങനെ കുശുമ്പ് വെച്ച് നടക്കുന്ന ഒരു സ്വഭാവമല്ല. മലയാളികൾ നേരെ തിരിച്ച. മലയാളികളാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികളായ മലയാളികളായ ആളുകൾ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മലയാളികളെ ഇവരുടെ വിസ കൊടുത്ത് കൊണ്ടുവന്നതാവും.
അവരുടെ നാട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടിലോ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിലുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നതാവും. അപ്പൊ എന്റെ ഔദാര്യത്തിൽ, എന്റെ വിസയിൽ, എന്റെ ചെലവിൽ കഴിയുന്നവൻ, ഇതാണ് ഇവന്റെ ധാരണ. പക്ഷെ ഇവൻ ചെയ്യുന്നത് ജോലിയാണെന്നും ഞാൻ കൊടുക്കുന്ന ശമ്പളത്തിന് അവൻ ജോലി ചെയ്യുന്നു, ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതൊന്നും അവന് ആ സമയത്ത് ഓർമ്മയില്ല. എന്നിട്ട് അവൻ ഒരു മുതലാളി ചമയുകയും ചെയ്താലും ചെയ്തില്ലെങ്കിലും വെറുതെ ആക്ഷേപിച്ച് അയാളെ ശകാരിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം മലയാളികളായ മുതലാളിമാരുണ്ട്. അവരൊക്കെ സൂക്ഷിക്കണം, അവരൊക്കെ ശ്രദ്ധിക്കണം. മദ്ലൂമിന്റെ പ്രാർത്ഥനയെ പേടിക്കണം. ഇവനെങ്ങാനും പടച്ചോനെ എന്റെ നിവൃത്തികേട് കൊണ്ടാണല്ലോ, ഇയാൾക്ക് മുതൽ കൊടുത്തതും എനിക്ക് ദാരിദ്ര്യം തന്നതും നീയാണല്ലോ പടച്ചോനെ എന്ന് അയാളെങ്ങാനും പറഞ്ഞു പോയാൽ അതോടുകൂടെ മുതലാളി തൊഴിലാളിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് മദ്ലൂമിന്റെ പ്രാർത്ഥന. അത് വളരെ ശ്രദ്ധിക്കേണ്ടതും പേടിക്കേണ്ടതുമാണ്. അതേപോലെ തന്നെ വദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരന്റെ പ്രാർത്ഥന അത് പലരും ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. യാത്രക്കാരന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തതുകൊണ്ട് അന്നത്തെ യാത്ര ചെയ്ത ആളുകൾക്ക് ദുആ സ്വീകരിക്കുമെന്നും, ഇപ്പോ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്ത കാറിലും അതേപോലെ തന്നെ ഫ്ലൈറ്റിലും യാത്ര ചെയ്യുന്നത് കൊണ്ട് ആ പറഞ്ഞ പ്രത്യേകത ഉണ്ടാവൂല എന്നൊന്നും കരുതണ്ട. മുസാഫിർ എന്നും മുസാഫിർ തന്നെയാണ്. മുസാഫിറിന്റെ പ്രാർത്ഥനയ്ക്ക് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുന്ന ആളുകൾ സുബ്ഹാന ജല്ല ജലാലു ദുആ സമ്മേളനം നടത്തിയിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക, അല്ലേ? നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ വരുന്ന ആളുകള് അവന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിലുള്ള മുസ്ലിയാരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ച് മുസ്ലിയാർക്ക് പൈസ കൊടുത്ത് ധർമ്മം ചെയ്ത് സ്വതക്ക ചെയ്ത് വലിയ ഭക്തിയിൽ സുബ്ഹാന ജല്ല ജലാലു ഇറങ്ങുന്നത് കണ്ടാൽ എത്ര മോശപ്പെട്ടവരാണെങ്കിൽ ഇവൻ എന്നെ നന്നായി പോയി എന്ന് വിചാരിച്ചു. ആ കോലത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക. എന്നാൽ 2 കൊല്ലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്ന നാട്ടിൽ പോകുന്ന സമയമാണ്, അല്ലെ? നാട്ടിൽ പോകുന്ന സമയമാണ് ഒരു പ്രവാസിയുടെ ഏറ്റവും നല്ല മുഹൂർത്തം. അയാളുടെ മുഖത്ത് സന്തോഷവും അയാളുടെ യഥാർത്ഥ സൗന്ദര്യമൊക്കെ കാണുന്നപ്പോഴാ നാട്ടിൽ പോകാനാകുന്ന അവസാനത്തെ ആഴ്ച. അവന്റെ ആവേശവും അവന്റെ അനിർവചനീയമായ അവന്റെ വല്ലാത്ത അനുഭൂതിയും കൊണ്ട് എല്ലാം അവൻ മറക്കുന്നു, പലതും മറക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവന് പാട്ടില്ല, ദുആഇല്ല, പ്രാർത്ഥനയില്ല, ഓത്തില്ല, ഒന്നുമില്ല. അവന്റെ സന്തോഷം കൊണ്ട് അവന്റെ കാതിൽ ഇയർഫോണാണ്. മാത്രല്ല ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിലും തന്നെ പെപ്സി വേണോ വിസ്കി വേണോ, ഇതാണുള്ള ചോദ്യം, അല്ലെ? പെപ്സി വേണോ വിസ്കി വേണോ, പെപ്സി വേണോ വിസ്കി വേണോ എന്ന് ചോദിക്കുമ്പോ നാലോറൊന്നും ഇങ്ങനെ നോക്കും. പരിചയക്കാരില്ലെങ്കിൽ പതുക്കെ ഒന്ന് പറയും വിസ്കീൻ, അല്ലെ? മുസ്ലിമീങ്ങളായ ആളുകൾ പലരും പലപ്പോഴും നമുക്ക് പേടിയാ. ഞാനൊരു ദിവസം നാട്ടിലേക്ക് പോകുമ്പോ എന്റെ അടുത്തിരിക്കുന്ന ചങ്ങാതി വിസ്കി വാങ്ങി കുടിച്ചു. നമ്മൾ പച്ചവെള്ളം വാങ്ങി കുടിച്ചു, അവൻ വിസ്കി വാങ്ങി കുടിച്ചു. അവൻ കുടിക്കുന്ന അവനൊരു പ്രശ്നമല്ല, അവന്റെ വിചാരം അവൻ വലിയ കാര്യപ്പെട്ട ഹോജെന്നാണ്. കാരണം നമ്മൾ പച്ചവെള്ളം കുടിക്കണ പോയത്തക്കാരനും അവൻ വലിയ ബുദ്ധിജീവിയല്ലേ. പക്ഷെ ഈ ഹംക്ക് വിസ്കി കുടിക്കുന്നത് കാണുമ്പോ എനിക്കാ പേടി. എവിടെ നമ്മളുള്ളത്? സുബ്ഹാനല്ലാഹ്, ആകാശത്തിന്റെ ചോട്ടില് ഭൂമിന്റെ മുകളിലുമാണ്. രണ്ടിന്റെ ഇടയിലാണ് ഈ പറക്കുന്നത്. ഒരു ഗത്യന്തരമല്ല. ബോംബിന്റെ ഉള്ളിൽ ഇരിക്കും പോലല്ലേ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഇവൻ വിസ്കി വാങ്ങി കുടിക്കുന്നത് കാണുമ്പോൾ നമുക്കാ പേടി. സുബ്ഹാനല്ലാഹ്, ഇതെന്താകും, ഇല്ലേ? വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് അയ്ദിന്നാസ്. മനുഷ്യർ ചെയ്തു കൂട്ടുന്ന അധർമ്മങ്ങൾ കാരണമാണ് എല്ലാ മുസീബത്തും ഉണ്ടാവുക. ഈ മുസീബത്ത് ഉണ്ടാവുമ്പോൾ അതിൽ നല്ലവരും പെടും. നമ്മുടെ കാലിൽ കുറച്ച് എറുമ്പുകൾ കയറി, മരത്തിന്റെ മുകളിൽ കയറി ശീലിച്ച ആൾക്കാർക്ക് അറിയാം. ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് മാങ്ങ പൊറുക്കി നടന്ന ആളുകൾക്കൊക്കെ ഇത് പെട്ടെന്ന് അറിയാൻ സാധിക്കും. കാരണം എന്താണെന്നറിയോ? പുളിയെറുമ്പ് എന്ന് പറഞ്ഞ് ഞങ്ങളാ ഭാഗത്തൊക്കെ ആ കടിച്ചാ വലിയ ശക്തിയുള്ള എറുമ്പാ. ഇതൊന്നായിട്ട് അവന്റെ കാലിലേക്ക് കയറി വന്നാൽ നമ്മൾ
കൈകൊണ്ട് ഒന്നാകാണ്ട് ഒന്ന് ഉരസും. അതില് പാവപ്പെട്ട എറുമ്പും പൊടും, കടിച്ച എറുമ്പും പൊടും. കടിച്ച എറുമ്പിനെ മാത്രം സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്തിട്ടൊന്നല്ല നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ഒറ്റ ഒരതലായിരിക്കും. അതില് ഒരു മഹാസാധു എറുമ്പ് കാലുമക്കാലും കയറ്റിച്ചിരിക്കുന്ന എറുമ്പുണ്ടാവും. ഒന്നും അറിയാത്ത പാവം. ആ സാധു എറുമ്പ് പോലും അതിൽ പൊടും. അതാണ് അതിന്റെ സ്വഭാവം. അപ്പോ മുസീബത്തുകൾ വരുമ്പോ അതിലെല്ലാരും പൊടും. അതാണുള്ള തകരാറ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. യാത്ര ചെയ്യുമ്പോൾ അതൊരു അനുഗ്രഹമായി സ്വീകരിക്കുകയും ആ സമയമൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ പറഞ്ഞത് മദ്ലൂമിന്റെ പ്രാർത്ഥനയാണ്. മദ്ലൂമിന്റെ പ്രാർത്ഥനയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. മദ്ലൂമിന്റെ പ്രാർത്ഥനയെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവർ, ബുദ്ധി കുറഞ്ഞവർ, അതേപോലെ തന്നെ കായികമായോ സാമ്പത്തികമായോ ഒക്കെ നമ്മളെക്കാൾ ഒരുപടി താഴെ നിൽക്കുന്ന ആളുകൾ, അവരോട് നമുക്ക് എന്തും ആവാം. പക്ഷേ അവരോട് നമുക്ക് എന്തുമാവാമെങ്കിലും അവരുടെയും നമ്മുടെയും റബ്ബ് ഒന്ന് മാത്രമാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ഗൗരവപൂർവം സമീപിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞു, പ്രാർത്ഥന സ്വീകരിക്കുവാനുള്ള വലിയ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളെ വസീലയാക്കുക എന്ന്. അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ വിശദീകരിച്ചു പോകുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഏത് അടിമകൾക്കും അള്ളാഹുവിന്റെ ഏത് സൃഷ്ടികൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് വസീലയാക്കാവുന്നതാണ്. ഏറ്റവും സിമ്പിൾ ഒരു ഉദാഹരണം പറയാ. നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് കിണറ്റിലൊരു പൂച്ച വീണു, അല്ലെങ്കിൽ കിണറ്റിൽ മറ്റെന്തെങ്കിലും ജീവി വീണു. അതിനെ എടുത്ത് രക്ഷപ്പെടുത്തി. ഒരു ദുനിയവിയായ നേട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഒന്നും നമ്മൾ കാണുന്നില്ല. അതിനെ എടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് റബ്ബിനോട് വസീലയാക്കാവുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഒരു സംഭവം വിശദീകരിച്ചു. മഹാന്മാരായ സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. 3 ചെറുപ്പക്കാരുടെ കഥയാണ് റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ സംഭവം പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് പല റിവായത്തുകളും പല ലഫ്ളിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. വളരെ വിശാലമായി ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട റിവായത്തുകളുണ്ട്. വളരെ ഷോർട്ടായി റിവായത്ത് ചെയ്യപ്പെട്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഖറജ സലാസതു നഫരിൻ മിമ്മൻ കാന ഖബലകും യർതാദൂന ലിഅഹ്ലിഹിം ഫഅസ്വാബതുഹുമുസ് സമാഉ ഫലജഉ ഇലാ ജബലിൻ ഔ ഇലാ കഹ്ഫിൻ ഫവഖഅ അലൈഹിം ഹജർ. 3 ചെറുപ്പക്കാർ നിങ്ങളുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽ ബനൂ ഇസ്രായേലിൽപ്പെട്ട 3 ചെറുപ്പക്കാരായ ആളുകൾ യാത്ര പോവുകയാണ്. അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് പ്രകൃതിക്ഷോഭം ഉണ്ടാവുകയും, മഴയാവാം കാറ്റാവാം എന്തുമാവാം, അവർ ആ പ്രകൃതിക്ഷോഭത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശക്തമായ മഴയാണെന്ന് സങ്കല്പിച്ചോ അല്ലെങ്കിൽ കാറ്റാണെന്ന് സങ്കല്പിച്ചോ, മഴയാകാനാണ് കൂടുതൽ സാധ്യത. അവർ എന്ത് ചെയ്തു? ഫലജഉ ഇലാ ജബലിൻ ഔ ഇലാ കഹ്ഫ്. അവരൊരു പർവ്വതത്തിലേക്ക് കയറി നിന്നു, അല്ല ഒരു ഗുഹയിലേക്ക് അവർ കയറി നിന്നു. 2 നിലക്കും വിഷയം പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരൊരു ഗുഹ തെരഞ്ഞെടുക്കുകയും അതിലേക്ക് കയറി നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗുഹയിലേക്ക് കയറിയ ഉടനെ ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും വലിയ ഒരു പാറക്കഷ്ണം ഉരുണ്ടുവരികയും അവരുടെ ഗുഹാമുഖം അടച്ചു കളയുകയും ചെയ്തു. 3 ആളുകൾ അതിന്റെ ഉള്ളിലാ. ഗുഹാമുഖം അടച്ചു കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ 3 ആളുകൾ അവിടെ ഉണ്ട് എന്നും ആരോഗ്യർ അറിയില്ല, ആർക്കും അറിയില്ല. ഫഖാല ബഅ്ളുഹും ലിബഅദ്, അവർ പരസ്പരം പറഞ്ഞു, വഖഅൽ ഹജറു വഅഫൽ അസർ വലാ യഅലമു മകാനകും ഇല്ലല്ലാഹ് ഉദ്ഉ ബിഔസഖി അഅമാലികും. നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് പെട്ടിട്ടുള്ളത്. നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് അല്ലാഹു അല്ലാതെ ഒരാൾക്കും അറിയില്ല. നമ്മൾ നിൽക്കുന്ന അകപ്പെട്ടിരിക്കുന്ന സ്ഥലം അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട്
ഓരോരുത്തരും അവരുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം വസീലയാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ഫഖാല അഹദുഹും കാന ലീ വാലിദാനി വകുന്തു അഹ്ലുബു ലഹുമാ ഫീ ഇനാഇഹിമാ ഫഇദാ അതൈതുഹുമാ വഹുമാ നായിമാൻ قمت قائما حتى يستيقظا متى استيقظا وكرهت أن تدور سنتهما في رؤوسهما فإذا استيقظا شربا اللهم إن كنت تعلم إنما فعلت ذلك رجاء رحمتك وخشية عذابك فافرج عنا. ഒരാൾ ദുആ ചെയ്തു, പടച്ചവനെ, എനിക്ക് വൃദ്ധരായ ഒരു ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു, വൃദ്ധരായ മാതാപിതാക്കൾ. ഈ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, വലിയ വിശാലമായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. പടച്ചവനെ, എനിക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവര് കിടക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് പാല് കൊണ്ടുവരാൻ വേണ്ടി പോയി, കുടിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴേക്ക് രണ്ടുപേരും ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചുണർത്തലിനെ ഞാൻ വെറുക്കുകയും അവരുടെ ഉറക്ക് ഇളക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നത് വരെ ഞാൻ അവരുടെ അടുത്ത് കാത്തു നിൽക്കുകയും അവർ ഉണർന്നപ്പോൾ അവർക്ക് ഞാൻ ഈ പാല് കൊടുക്കുകയും ചെയ്തു. അതായത് വൃദ്ധരായ മാതാപിതാക്കൾ, വലിയൊരു സംഭവമൊന്നുമല്ല ഇപ്പൊ അത്, അല്ലേ? വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അവരെ ഞാൻ പാല് കൊണ്ടുവന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇനി അവരെ വിളിച്ചുണർത്തണ്ട, അതൊരു അദബ് കേടാണ് എന്ന് ഞാൻ വിചാരിക്കുകയും അവര് ഉണരുന്നത് വരെ, എത്ര നേരം കഴിഞ്ഞിട്ടാണ് അവർ ഉണർന്നത്, അത്ര നേരം വരെ ഞാൻ അവരുടെ അടുക്കൽ കാത്തു നിൽക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഉണർന്നപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു. അവരെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല, പ്രയാസപ്പെടുത്തിയതുമില്ല. എന്നിട്ട് പടച്ചവനെ, അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു ഇന്നമാ ഫഅൽതു ദാലിക റജാഅ റഹ്മതിക വഖശിയത അദാബിക. പടച്ചോനെ, ഞാൻ ഈ ചെയ്തത് നിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നിന്റെ അദാബിനെ ഭയന്നുകൊണ്ടുമാണെന്ന് നിനക്കറിയാമെങ്കിൽ, അതാണ് വർത്താനം, അതാണ് പറയേണ്ടത്, അത് പറയാൻ കഴിയണം. ഞാൻ ഈ ചെയ്തത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചും നിന്റെ അദാബിനെ ഭയന്നുമാണെന്ന് നിനക്കറിയാമെങ്കിൽ. അള്ളാഹുവോടാ പറയണത്. അത് എനക്കറിയെങ്കിൽ പടച്ചോനെ, അത് പറയാൻ പറ്റുന്ന അമലുണ്ടാവണം. റിയാഇനെ തൊട്ടും ഉജ്ബിനെ തൊട്ടൊക്കെ രക്ഷപ്പെട്ട ഖാലിസായ അമലുണ്ടാവണം. അള്ളാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മയൊക്കെ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവിധ ഹൃദയത്തിന്റെ ദുർമേധസ്സുകളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ പടച്ചോനെ, ഞാൻ ആ ചെയ്തത് നിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണെന്ന് നിനക്കറിയാമെങ്കിൽ ഫഫറുജ് അന്നാ, ഞങ്ങളെ തൊട്ട് ഈ പാറക്കഷ്ടത്തെ, ഈ പാറയെ ഞങ്ങളെ തൊട്ട് നീ അകറ്റണേ, ഞങ്ങളെ ഈ ഗുഹക്ക് വടവ് തരണേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ ഫസാല സുലൂസുൽ ഹജരി, ആ കല്ല് കുറച്ച് നീങ്ങി. നോക്കൂ നിങ്ങൾ, അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, ഇജാബത്ത് നേരെ ലൈവായിട്ട് കാണുക. അതാണ്. അങ്ങനെ രണ്ടാമത്തെ ആള് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നഹു കാനത് ലിംറഅത്തുൻ തുഅ്ജിബുനി ഫഅറദ്തുഹാ ഫഅബത് അൻ തുമക്കിനനി മിൻ നഫ്സിഹാ ഹത്താ ജഅൽതു ലഹാ ജുഅലാ ഫലമ്മാ അഖദത് ജുഅലഹാ വസ്തഖറത് ബിനഫ്സിഹാ തറക്തുഹാ. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഇന്നമാ ഫഅൽതു ദാലിക റജാഅ റഹ്മതിക വഖശിയത അദാബിക ഫഫറുജ് അന്നാ. പടച്ചവനെ, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഈ ഹദീസ് വലിയ വിശാലമായ രീതിയിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വിവിധ തുറുക്കുകളിലൂടെ വിവിധ രൂപത്തിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് അവളെ ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടതാണ്, ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ അവളോട് പലപ്പോഴും ആവശ്യപ്പെടുമ്പോഴൊക്കെ അവൾ എന്നെ നിരസിക്കുകയും എന്റെ ആവശ്യം തള്ളിക്കളയുകയും ചെയ്യും.
അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീ ആവട്ടെ, ഈ സ്ത്രീയെ കുറിച്ച് മറ്റു ചില ഹദീസുകളിൽ വന്നത് വ്യക്തമായി പറയുന്നത്, ഈ സ്ത്രീയുടെ ഭർത്താവ് നിത്യരോഗിയായിരുന്നു അത്രേ. സുഖമില്ലാതെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് ഈ പെണ്ണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബപരമായി വളരെ സാമ്പത്തികമായി വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പെണ്ണുമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പെണ്ണ് എന്നോട് വന്നിട്ട് പണം കടം ചോദിച്ചു. 100 ദിർഹംസ് ദീനാറ് ഞാൻ അവൾക്ക് കടം കൊടുത്തു. അവൾക്ക് പറഞ്ഞ അവധിക്ക് തിരിച്ചു തരാൻ സാധിച്ചില്ല. അപ്പോഴും ഞാൻ അവളോട് എന്റെ ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ ഒരു റിവായത്തിൽ കാണാം, ഈ പെണ്ണൊന്നും മിണ്ടാതെ പോവുകയും തന്റെ ഭർത്താവിനോട് സമ്മതം ചോദിച്ചു. സമ്മതിക്കല്ലാതെ പോലല്ല, കാരണം അയാൾക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലല്ലോ. ഭാര്യയോട് ആവശ്യപ്പെട്ട അയാളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ ഭാര്യയ്ക്ക് സമ്മതം കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാതെ ആ ഭർത്താവ് പ്രതിസന്ധിയിലായി അയാൾ സമ്മതം കൊടുത്തു. അങ്ങനെ വ്യഭിചാരത്തിനു വേണ്ടി ഞാൻ അവളെ ഉപയോഗപ്പെടുത്തുകയാണ്. വ്യഭിചരിക്കാൻ വേണ്ടി ഞാൻ അവളുടെ കാലിനിടയിലിരുന്നപ്പോൾ പെട്ടെന്ന് അവൾ കരഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ നിവൃത്തി കേടുകൊണ്ടാണല്ലോ പടച്ചോനെ. സുബ്ഹാനല്ലാഹ്. അവളത് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ പേടിയുണ്ട്. പടച്ചവനെ എന്റെ നിവൃത്തി കേടുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന് നിനക്കറിയാമെന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോൾ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അവളേക്കാൾ അർഹത എനിക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അവിടെ നിന്ന് ഞാൻ എണീറ്റ് പോരുകയും ചെയ്തു. എന്റെ വികാരങ്ങളൊക്കെ മാറ്റിവെച്ചു. ആ നിമിഷം ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോന്നു. ഞാൻ അവളെ ഒന്നും ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ, അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഇന്നമാ ഫഅൽതു ദാലിക റജാഅ റഹ്മതിക വഖശിയത അദാബിക, ഞാൻ ഈ ചെയ്തത് നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചും നിന്റെ അദാബിനെ പേടിച്ചുമാണെന്ന് നിനക്കറിയാമെങ്കിൽ ഫഫറുജ് അന്നാ, ഞങ്ങൾക്ക് വിടവ് തരണം, ഈ പാറയെ വിടർത്തണം എന്ന് ദുആ ചെയ്തു. അങ്ങനെ അത് ഫസാല സുലുസുൽ ഹജരിൽ ആഖർ, പാറ ഒന്നുകൂടെ നീങ്ങി. അദ്ദേഹം ആ ഇജാബത്ത് അവിടെ കാണുകയാണ്. വീണ്ടും മൂന്നാമത്തെ ആൾ ദുആ ചെയ്തു, പടച്ചോനെ, അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഇസ്തഅജർതു അജീറൻ യഅമലു ലി യൗമാ ഫഅമില ലി ജാഅ യത്ലുബു അജ്റഹു ഫഅഅതൈതുഹു ഫലം യഅഖുദുഹു വതസഖത ഫവഫർതുഹു അലൈഹി ഹത്താ അസ്വറ മിൻ കുല്ലിൽ മാൽ ثم جاء يطلب أجره فقلت خذ هذا كله. പടച്ചോനെ, ഞാൻ കുറച്ച് ജോലിക്കാരെ കൊണ്ടുവന്നു കൂട്ടി. അങ്ങനെ ഞാൻ ആ ജോലിക്കാരെ കൊണ്ട് പൈസയും കൂലിയൊക്കെ പറഞ്ഞുറപ്പിച്ച് ചെയ്യിപ്പിച്ച ജോലിയാണ്. ജോലി കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലൊരാൾ തെറ്റിപ്പോയി, കൂലി പോരാന്ന് പറഞ്ഞു, ശാഠ്യം പിടിച്ച് കോപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു. ഞാനാണെങ്കിലോ അയാളുടെ കൂലി എന്റെ ഒരു കാര്യത്തിനും ചെലവഴിക്കാതെ ഞാൻ അയാളുടെ കൂലി മാറ്റിവെക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കൃഷി ചെയ്യുകയും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തുകയും നിശ്ചിത ശതമാനം മാറ്റിവെച്ചിട്ടുണ്ടാവാം. ഏതായാലും ഞാനത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു വൃദ്ധനായ ഒരാൾ വീട്ടിൽ വരികയും, ഞാൻ ഈ ആശയം പറയുന്നത് മറ്റു രൂപത്തിലൊക്കെ ഈ ഹദീസുകൾ വന്നതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ എന്നോട്, ഞാൻ അന്ന് നിന്റെ വീട്ടിൽ ജോലി ചെയ്ത അന്ന് കൂലി വാങ്ങാതെ പോയ ആളാണ്, അതുകൊണ്ട് എനിക്ക് എന്റെ കൂലി കാട്ടിയാന്ന് പറഞ്ഞു വന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് അയാളുടെ കൊടുക്കേണ്ട ആ കൂലിയുടെ വിഹിതം ഇരട്ടിയായിട്ടുണ്ട്, എത്രയോ ഇരട്ടി. എനിക്ക് വേണമെങ്കിൽ അയാൾക്ക് അന്നത്തെ ആ കൂലി കൊടുത്ത് പിരിച്ചുവിടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഖുദ് ഹാദാ കുല്ല, ഇതൊക്കെ എടുത്തോ, നിന്റെ ആ കൂലിയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്ത കൃഷിയാണ്, അതുകൊണ്ട് ഇതിന്റെ നിശ്ചിത വിഹിതം നിനക്കുള്ളതാണ്, അതുകൊണ്ട് നീ ഇതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ അയാൾക്ക് അത് കൊടുത്തു.
പടച്ചോനെ ഞാൻ ആ ചെയ്തത് നിന്റെ വജുഹും നിന്റെ റജാവും നിന്റെ സവാബും ആഗ്രഹിച്ചുകൊണ്ടും റിള പ്രതീക്ഷിച്ചുകൊണ്ടും നിന്റെ അദാബ് പേടിച്ചുമാണ് നിനക്കറിയാമെങ്കിൽ ഞങ്ങളെ ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അങ്ങനെ ആ പാറ വീണ്ടും നീങ്ങുകയും അവർ 3 പേരും ഗുഹക്ക് പുറത്തു കടക്കുകയും ചെയ്തു എന്ന സംഭവം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക വഴി ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട നമുക്കിതിലുള്ള ഗുണപാഠം എന്തെന്ന് ചോദിച്ചാൽ ചെയ്ത അമലുകളിൽ സ്വാലിഹായ അമലുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വസീലയാക്കാം, അള്ളാഹുവിലേക്ക് വസീലയാക്കാം, തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാം. അങ്ങനെ ദുആ ചെയ്താൽ ആ പ്രാർത്ഥനക്ക് വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ദുആ ചെയ്യുന്ന ഓരോരുത്തരും ദുആ ചെയ്യുന്ന സമയത്ത് അവന്റെ ദുആകളിൽ അവന്റെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തുക. ഉമ്മാനി ഉപ്പാനി ഉൾപ്പെടുത്തി ദ്വാരക്കുക. എന്നാ പെട്ടെന്ന് ഉത്തരം കിട്ടും. മാതാവിന്റെയും പിതാവിന്റെയും പ്രാർത്ഥന തന്നെ വലിയൊരു സംഭവമാണ് അല്ലെ. നാട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ഉമ്മാനക്ക് ഫോണ് കൊടുക്കാനൊന്നും ആഗ്രഹമില്ല. കാരണം ഭാര്യ 15-20 മിനിറ്റ് ഉമ്മാനെ കുറിച്ചുള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞു തന്ന് BP മൂത്ത് നിൽക്കുകയാണ് നമ്മള്. ആ സമയത്ത് ഉമ്മാനെ കയ്യില് കിട്ടിയാണ്ടല്ലോ പടച്ച റബ്ബേ. അങ്ങനെയാണ് പല പ്രവാസികളുടെയും അവസ്ഥ. അതുകൊണ്ട് തന്നെ ഉമ്മാനോട് ദുആ ചെയ്യാൻ പോയിട്ട് ഉമ്മാക്കൊന്ന് ഫോണ് കൊടുക്കാൻ പോലും നമ്മൾ തയ്യാറാവാറില്ല. അതൊക്കെ ശരിയാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ മാറ്റിയെടുക്കണം. ഉമ്മാനോട് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യിപ്പിക്കണം. ഉമ്മാനോട് പറയാ ദുആ ചെയ്യണം, ഉമ്മ എനിക്ക് വേണ്ടി ദുആർക്കണില്ലേ. ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമായിരിക്കും അത്. എനിക്ക് വേണ്ടി ദുആ ചെയ്യണില്ലേ ഉമ്മ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആർക്കണം എന്നൊക്കെ ഉമ്മാനോട് പറയുമ്പോ ഉമ്മാന് ദുആർക്കും. ഉമ്മാന്റെ ദുആയിൽ ഒരു ലക്ഷ്യവും വേറല്ല. അത് അത്ര ഇഖ്ലാസുള്ള ദുആ അള്ളാന്റെ ഭൂമിയിൽ നിന്ന് വേറെ എവിടുന്നാ കിട്ടുക? അതുകൊണ്ട് നന്നായിട്ട് ദുആ ചെയ്യണം. കഴിഞ്ഞ ആഴ്ച ഒരു സുഹൃത്ത് ഒരു ക്ലാസ്സിന് പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഉമ്മന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഉമ്മാന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഭാര്യയും ഉമ്മയും തമ്മിൽ ഒരു യോജിപ്പില്ല, എപ്പോഴും പ്രശ്നമാണ്. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കുന്നത് വരെ ഉമ്മാന്റെ ആ സ്വഭാവത്തിന് വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ അല്ല, കല്യാണം കഴിയുന്നവരെ ഒരു കുഴപ്പമില്ല സാറേ, കല്യാണം കഴിഞ്ഞ ശേഷം തുടങ്ങിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പിന്നെ എങ്ങനെ സുഹൃത്തെ ഉമ്മാന്റെ സ്വഭാവത്തിന്റെ പ്രശ്നമാവണ് എന്ന് ചോദിച്ചു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സിലായോ? അപ്പോ ഈ ഉമ്മ തന്നെയാണ്. ഭാര്യയും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു ത്വലാക്കുമ പിരിയണ ബന്ധ. ഉമ്മാക്ക് മകനെ ത്വലാക്കെല്ലാം പറ്റൂല, മകൻ ഉമ്മാനും ത്വലാക്കെല്ലാം പറ്റൂല. ഉമ്മാക്ക് മകനെ ഫസ്റ്റ് ചെയ്യലും ത്വലാക്കലും ഇല്ലല്ലോ. ഒരു ഉമ്മാക്ക് ഒരു പക്ഷെ പറയാ ഇങ്ങനത്തെ ഒരു മോനെന്ന് എനിക്കില്ല എന്നൊക്കെ ചിലപ്പോ എന്തെങ്കിലും സാഹചര്യത്തിൽ ഉമ്മയോ ഉപ്പയോ പറയും. പക്ഷേ അത് പറഞ്ഞതിന്റെ പേരിൽ ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഹൃദയത്തിന്റെ വേദന എത്ര ഉണ്ടാവുന്നറിയോ? അത് പറഞ്ഞ ആ VP ഒന്ന് അടങ്ങിക്കഴിഞ്ഞാൽ എന്റെ കുട്ടിയോട് ഞാനത് പറഞ്ഞല്ലോ എന്നുള്ള അതിന്റെ പേരിൽ അവരുടെ ഹൃദയം കരയുന്നതും തേങ്ങുന്നതും നമ്മൾ കാണൂല, നമ്മളത് കേൾക്കൂല. ശ്രദ്ധിക്കണം. പലരുടെയും ബിസിനസ്സും കച്ചവടമൊക്കെ വളരെ പൊളിഞ്ഞ് പാപ്രസൂട്ടായി നിൽക്കുന്ന സമയത്ത് ദ്വാരക്കാൻ പറയും. എന്ത് ദ്വാ ചെയ്യണ്? അവന്റെ മനസ്സിന് സ്വസ്ഥതല്ലാത്രേ, മനസ്സിന് സമാധാനമല്ല ഉസ്താദെ. ദ്വാരക്കണം. എങ്ങനെ സമാധാനം ഉണ്ടാവുക? നിന്നെ കൊണ്ട് സമാധാനിക്കേണ്ടവരുടെ സമാധാനക്കേട് നീയാണ്. പിന്നെ എങ്ങനെ നിന്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ഉമ്മമാരുടെ പ്രാർത്ഥന, ഉപ്പമാരുടെ പ്രാർത്ഥന അത് നമ്മൾ ശ്രദ്ധിക്കണം. എത്ര ആളുകളുണ്ട് വീട്ടിലേക്ക് നമ്മൾ ഭാര്യയ്ക്ക് ഒരു ദിവസം 1 വീതം 4 നേരം വെച്ച് വിളിക്കും അല്ലെ. ഉമ്മക്ക് ആഴ്ചയിൽ ഒരു ദിവസം വിളിച്ചെങ്കിലായി. പലരുടെയും അവസ്ഥ അതാണ്. മാറണം. എന്റെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഭാര്യയ്ക്ക് നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത്
തൊട്ടടുത്ത് നമ്മുടെ ഉപ്പയും ഉമ്മയും ഫോൺ റിങ് ചെയ്യുന്നത് മുതൽ മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ മോനാണ്. അത് മുതൽ ഫോൺ വെക്കുന്നത് വരെ ഉപ്പ ഒരുങ്ങി ഇറങ്ങി അങ്ങാടിയിലേക്കോ പള്ളിയിലേക്കോ പോവാൻ വേണ്ടി ഇറങ്ങായിരിക്കും. പക്ഷെ ഇറങ്ങൂല. കാരണം ചിലപ്പോ മോൻ എനിക്കേറ്റ ഫോണ് തരാൻ പറഞ്ഞാലോ എന്ന പ്രതീക്ഷയോടുകൂടെ ആ പാവ ഉപ്പ നീ ഫോൺ വെക്കുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായില്ലേ. നിന്റെ ഉമ്മ കാതോർത്ത് നിൽക്കുന്നുണ്ട്, നിന്റെ ഭാര്യ അതാ ഉമ്മ അങ്ങക്ക് ഫോണ് എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ ഉമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അത് മറക്കരുത്. ആ സമയത്താണ് ഈ ഉമ്മാനെ മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ ഭാര്യയോട് സലാം പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്ത് സലാം അടക്കുന്ന ശബ്ദം കേൾക്കുമ്പോ നിന്റെ ഭാര്യന്റെ ഹൃദയം സന്തോഷിക്കും. പക്ഷേ 2 ഹൃദയങ്ങൾ അവിടെ മുറിവേറ്റ് കിടക്കുന്നുണ്ട്. ആരോടും പറയാതെ ഉള്ളിലൊതുക്കി ചിലപ്പോ ഒരുപക്ഷെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി സാരല്ല നമ്മളെ മോനല്ലേ എന്ന് സ്വയം സമാധാനിച്ചുകൊണ്ട് അവർ തന്നെ സ്വയം ആശ്വസിക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഹൃദയത്തിന്റെ മുറിവുണ്ടല്ലോ, ആകാശത്തിന്റെ ചുവട്ടിൽ ഏത് നദിയിൽ പോയി മുങ്ങിയാലും നിനക്ക് കരകയറാൻ കഴിയാത്ത, ശുദ്ധിയാവാൻ കഴിയാത്ത അത്രയും മ്ലേച്ഛത നിന്റെ എല്ലാ കാര്യത്തിലും അവരുടെ ആ ഹൃദയവേദന കൊണ്ട് നിറയും. അത് മറക്കണ്ട, പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ആ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകൾ, എല്ലാരും അല്ല, വളരെ പെട്ടെന്ന് മാറണം, വളരെ പെട്ടെന്ന് മാറണം. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, എന്റെ വിഷയം വഴിമാറുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പലരും ഉമ്മമാരോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ പോലുണ്ട്. ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു ഉപ്പ കുറെ കാലമായിട്ട് എനിക്ക് വിളിക്കുന്നുണ്ട്. ദുബൈയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മോന്റെ കാര്യത്തിൽ ആണ് അദ്ദേഹത്തിന്റെ വിഷമം. ദുബൈയിലേക്ക് വരുന്നത് വരെ മോൻ വളരെ സന്തോഷത്തിലായിരുന്നു കുടുംബത്തിൽ. പക്ഷെ ഇപ്പോ ഫോൺ അടിച്ചാൽ എടുക്കില്ല, തിരിച്ചു വിളിക്കൂല. വല്ലാതെ അടിച്ച് ശല്യം ചെയ്താൽ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ബിസിയാണ്, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാന്ന് പറയും. ആ വിളി ആഴ്ചകൾ നീണ്ടു നിന്നാലും വിളി തിരിച്ചു വിളിക്കൂല. ആ മനുഷ്യൻ പലപ്പോഴും വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇവൻ ദുബൈയിൽ ഒരുപക്ഷെ ഉന്നത സ്ഥാനത്തിരിക്കായിരിക്കും. എവിടെ ഇരുന്നിട്ടെന്താ? ഇവനെ പട്ടുമത്തയിൽ പൊതിഞ്ഞിരുത്തിയിട്ട് കാര്യമുണ്ടോ? അവനെ കൊണ്ട് തേങ്ങുന്ന 2 ഹൃദയങ്ങളുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഞാനിത് പറയുന്നത് ഒരുപക്ഷെ ഈ ശബ്ദം അവിചാരിതമായിട്ടെങ്ങാനും അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ മാറണം എന്നും കൂടെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ റേഡിയോ ശ്രോതാവും കൂടിയാണ്. അപ്പോ നമ്മുടെ അദ്ദേഹത്തിന്റെ ഉപ്പ. അപ്പോ അതാണ് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് നാളെ നേരം വെളുത്താൽ ഉമ്മാക്ക് വിളിക്കുക, ഉപ്പാക്ക് വിളിക്കുക. അലോഗ്യത്തിലും മാതാപിതാക്കളോട് എന്തെങ്കിലും നിനക്ക് മനസ്സിന് അകന്ന് കഴിയുന്നവരുണ്ടെങ്കിൽ നാളെ തന്നെ വിളിക്കുക. ഇനി ഒന്നുമില്ല, എന്നാലും നാളെ തന്നെ വിളിച്ചോ. വിളിച്ചിട്ട് പറ, ഉമ്മ എനിക്ക് പുറത്തു തരണം കേട്ടോ, നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത്, നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം കേട്ടോ ഉമ്മ എന്ന് പറയണം. ഞാൻ നിങ്ങൾക്ക് 2-3 ഹദീസ് പറഞ്ഞുതരാം. അതോടുകൂടെ നമ്മുടെ ക്ലാസ് നിർത്താം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വലിയ ഹദീസിന്റെ മധ്യത്തിലായിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുന്ന ചില ആളുകളുടെ പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മാ മിൻ അബ്ദിൻ സ്വല്ലൽ ഫരീള വദഅ ലിവാലിദൈഹി ബിൽ മഗ്ഫിറ ഇല്ല ഇസ്തജാബ അല്ലാഹു തആല ലഹു ദുആഅഹു വഗഫറ ലഹു ബിബറകത്തി ദുആഇഹി ലഹുമാ വലൗ കാനാ ഫാസിഖൈൻ. സുഹൃത്തുക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. ആരെങ്കിലും ഫർള് നിസ്കരിക്കുകയും വദഅ ലിവാലിദൈഹി അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ, ബിൽ മഗ്ഫിറ മഗ്ഫിറത്തോണ്ട് ദുആ ചെയ്താൽ, ഇല്ല ഇസ്തജാബ അല്ലാഹു തആല ലഹു ദുആഅഹു അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പ് അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. വഗുഫിറ ലഹു അവന് പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ്.
ബിബറകത്തി ദുആഇഹി ലഹുമാ, മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ദുആ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട്. നോക്കൂ, അപ്പോ പടച്ചോനെ എനിക്ക് ഈ പുറത്തു തരണം, എന്റെ മാതാപിതാക്കൾക്കും പൊറുക്കണം പടച്ചോനെ എന്ന് ദുആ ചെയ്യുമ്പോ ആ മാതാപിതാക്കൾക്ക് വേണ്ടി പറഞ്ഞത് കൊണ്ടുള്ളതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നമ്മുടെ ദുആയെ സ്വീകരിക്കും. എന്ത് നഷ്ടമുള്ളത്? ചെയ്തൂടെ? അത് ചെയ്യുമ്പോഴേക്ക് അത് ചെയ്യണമെങ്കിൽ ഉമ്മാനോട് ആ നിലക്കായിരിക്കണം നമ്മുടെ സമീപനം. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു 2-3 ഹദീസുകൾ ഞാൻ പറഞ്ഞുതരാം. ഹബീബായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കും. വെറുതെ പറഞ്ഞൊന്നുമല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അന ബരീഉൻ മിമ്മൻ ലം യുഅദ്ദി ഹഖ്ഖ വാലിദൈഹി, മാതാപിതാക്കളോടുള്ള ഹക്ക് പൂർത്തിയാക്കാത്തവനെ തൊട്ട് ഞാൻ മുക്തനാൻ, അവനെ ഞാൻ ഒരു ബന്ധമല്ല എന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന ജല്ല ജലാലു, മാതാപിതാക്കളോടുള്ള ഹക്ക് പൂർത്തിയാക്കാത്തവനും ഞാനും തമ്മിൽ ഒരു ബന്ധമല്ല എന്ന് പറഞ്ഞ ഒന്നാളെ ശഫാഅത്തിനും വരണ്ട, ഹൗദുൽ കൗസറിനും വരണ്ട, ഞാനും അവനും തമ്മിൽ ഒരു ബന്ധമല്ല എന്ന് പറഞ്ഞതാരാ? ആ ബന്ധം കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കാത്ത ഇത്രയും വലിയ ബന്ധം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. എന്തിനു നന്ന്? പിന്നെ എങ്ങനെ നിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും? എങ്ങനെ നിന്റെ ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകും? എങ്ങനെ നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവും? അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നാളെ വിളിച്ചു പൊരുത്തപ്പെടിക്കണം. നാളെ നേരം വെളുത്താൽ ഇന്ന് പറ്റുമെങ്കിൽ അതാ നല്ലത്. ഉമ്മ നിങ്ങൾ എനിക്ക് പുറത്തു തരണം, എന്തെങ്കിലും അവിവേകം എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഉമ്മ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. അതെന്തേ കുട്ടിയെ, എനിക്ക് ഇന്നിപ്പോ ഒരു പുതിയ ബോധോദയം? ഒന്നുമില്ലമ്മ, ഞാൻ ചില ഹദീസുകൾ കേട്ടു, അതുകൊണ്ട് നിങ്ങളെ പിടിച്ചാലല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടല്ലാതെ ഒരു മാർഗമല്ലമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഈഗോ പ്രശ്നം അവിടെ ഇല്ല. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്ക്, നാളെ നിങ്ങൾ ഉമ്മാക്ക് വിളിച്ചിട്ട് അങ്ങനെ പറ, എന്നിട്ട് വൈകുന്നേരം വേറൊരാളെ കൊണ്ട് വിളിപ്പിക്ക്, ഉമ്മാനോട് ചോദിക്കാൻ പറ, നിങ്ങളുടെ ആയുസ്സിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ആ ഉമ്മ പറയും, എന്റെ ആയുസ്സിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചത് എന്റെ പൊന്നാര മോൻ ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞു, അതാണ് എന്റെ ഹൃദയം നിറഞ്ഞ ദിവസം എന്ന് നമ്മുടെ ഉമ്മ പറയും. അങ്ങനെയാണ്. അത്രയും എന്ത് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഉമ്മാന്റെ മനസ്സരിയുകയും ഉമ്മ പൊരുത്തപ്പെടുകയും ചെയ്യും. നാളെ തന്നെ ചെയ്തോ, ഒരു ഈഗോം കരുതി നടക്കണ്ട. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എന്നിട്ടോ ഫഖുൽതു, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഇല്ലം യകും മഅഹു ശൈഇ, ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്യണമെങ്കിൽ അവന്റെ കയ്യിൽ വല്ലതും വേണ്ടേ? അവന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലോ നബിയേ? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ സമിഅ ഖൗലഹുമാ ഫൽയഖുൽ സംഅൻ വത്വാഅ വലാ യഖുൽ ലഹുമാ ഉഫ് വലാ യൻഹറുഹുമാ വൽയഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, പൈസയും സമ്പത്തും അവന്റെ കയ്യിലില്ലെങ്കിലും അവര് പറയുന്നത് അച്ചടക്കത്തോടെയും അനുസരണയോടെയും അവൻ കേട്ട് അനുസരിച്ചു കൊള്ളട്ടെ. അവരോടവൻ മാന്യമായി സംസാരിക്കട്ടെ. അവനോടവൻ ഛേ എന്ന് പറയരുത്. വലാ യഖുല്ലഹുമ ഉഫ് എന്ന് പറഞ്ഞേ. അപ്പോ ചേന്ന് പറയരുത്. അപ്പോ വലിയ ബിരുദന്മാര് ചേന്ന് പറഞ്ഞാലല്ലേ കുഴപ്പം. അപ്പൊ അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഉമ്മാനോട് ചോ എന്ന് പറയാലോ. ചേന്ന് പറയരുത്. ഉഫ് എന്ന് പറഞ്ഞ അറബി പ്രയോഗമാണ്. നമുക്കറിയാം, പ്രവാസികൾക്ക് പെട്ടെന്നറിയാം. അറബികളുടെ ഒരു ശൈലി ഉണ്ട് അല്ലെ. ഉഫ് ഉഫ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നും വേണ്ട. അതായത് എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ പെട്ടെന്നൊരു കാറ്റടിച്ച് പറന്നു പോയാൽ ഉഫ് എന്ന് പറയവര്. അറബികളുടെ കൂടെ ജീവിച്ചവർക്കറിയാം. ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ പെട്ടെന്ന് ഫാനിന്റെ കാറ്റ് കൊണ്ട് ആ പേപ്പർ ഒന്ന് പാറിപ്പോവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം ഒന്നല്ലല്ലോ. അത് എടുത്താൽ കിട്ടുന്നതാണ്. പക്ഷെ എന്നാൽ അപ്പൊ ഉഫ് എന്ന് പറയും. നമ്മള് എന്ന് പറയുന്ന ആ ഒരു ശൈലി അത്രേ ഉള്ളൂ. അതാണ് ഉഫ്. അല്ലാതെ ഗൗരവപ്പെട്ട ഉമ്മാന്റെ മുഖത്തടിക്കാനൊന്നല്ല പറഞ്ഞർത്ഥം. ഹൃദയത്തിൽ നീരസം തോന്നണ്ടാന്നർത്ഥം. ഹൃദയത്തിൽ നീരസം തോന്നണ്ട. അവര് എത്ര മോശപ്പെട്ടവരായാലും ശരി, എത്ര മോശപ്പെട്ടായാലും ശരി,
ഹൃദയത്തിൽ നീരസം തോന്നണ്ട. ഞാനൊരു ഒരു സംഭവം പറയാം, ഒരു ഹദീസ് പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി വാലിദത്തുൻ അൻഫഖു അലൈഹാ വഹിയ തുദീനി ബിലിസാനിഹാ. നബിയെ, എനിക്കൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. പക്ഷേ വഹിയ തുദീനി ബിലിസാനിഹാ, ഉമ്മ നാവ് കൊണ്ട് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു നബിയെ. നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ കൊഞ്ഞനം കുത്തുകയെന്നല്ല, പിന്നെ വന്നടി ചീത്ത പറയും തന്നെ, പുളിച്ച തെറി പറയും. അതാണ്, നാവ് കൊണ്ട് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഉമ്മാക്ക് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. പക്ഷേ ഉമ്മനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, ആക്ഷേപിക്കുന്നു, ചീത്ത പറയുന്നു. അതുകൊണ്ട് നബിയെ ഫകൈഫ അസ്നഉ, എന്താ ഞാൻ ചെയ്യ നബിയെ? എങ്ങനെയപ്പോ ഞാൻ ഇത് കൈകാര്യം ചെയ്യാറ്? ഇത് നമ്മളിലും പലരും പ്രശ്നമല്ലേ. പ്രായം ചെന്ന് ഉമ്മാക്ക് ചന്നി പിടിച്ച ഉമ്മാരുള്ള പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലരുടെയും സംസാരം തന്നെ അങ്ങനെ. സഹിക്കിനൊക്കെ ഒരു പരിധിയില്ല. ഉമ്മയാണെന്നുള്ളതൊക്കെ തന്നെ, ഉമ്മയാണെന്നുള്ളത് ശരി തന്നെ. പക്ഷെ സഹിക്കിനൊരു പരിധിയൊക്കെ അല്ലേ? ആര് പറഞ്ഞോടോ പരിധി? സഹിക്കിന് പരിധിയില്ലേ? നിന്റെ മലം കോരിയ കൈയാണത്, നിന്റെ മലം കോരിയ കൈയ്യ്. സൈക്കിളിന് പരിധി. എന്ത് പരിധി? പല ആളുകളുടെയും ലാഘവത്തോടുള്ള വർത്താനാണത്. ഉമ്മയാണൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇത് സൈക്കിളിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. വല്ലാതായില്ലേ ഇതിന്റെ വിധം മാറും അല്ലേ? സുബ്ഹാന ജല്ല ജലാലു. ആ വാക്കുകളൊക്കെ സമുദ്രത്തിലെങ്ങാനും വീണാൽ മത്സ്യങ്ങൾ ചത്തുപോകും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇയാള് വന്നിട്ട് പറഞ്ഞു, നബി ഞാൻ എന്താ ചെയ്യാ? ഉമ്മ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ എന്നെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ശ്രദ്ധിച്ചോ? ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, അദ്ദി ഹഖ്ഖഹാ, അദ്ദി ഹഖ്ഖഹാ, മറുള്ള ഹക്ക് പൂർത്തിയാക്കിക്കോണോ. ഇയാള് പറഞ്ഞതിനെ തൊട്ട് റസൂലിനെ തൊട്ടത് പോലുമില്ല. ഇയാൾ പറഞ്ഞതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് മിണ്ടിയത് പോലുമില്ല. പടച്ചോനെ, ആ ഉമ്മ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അത് സാരല്ല, അല്ലെങ്കിൽ ആ ഉമ്മാനെ ഞാൻ പറഞ്ഞു നന്നാക്കിക്കോളാം, ഉപദേശിക്ക, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വർത്താനം തന്നെ റസൂൽ പറഞ്ഞില്ല. അത് മൈൻഡ് ചെയ്തത് പോലുമില്ല. റസൂലുള്ളാഹിന്റെ മറുപടി, അദ്ദി ഹഖ്ഖഹാ, ഉമ്മാനോടുള്ള ഹക്ക് പൂർത്തിയാക്കുക, ഉമ്മാനുള്ള കടമകളൊക്കെ പൂർത്തിയാക്ക്, ഉമ്മാനുള്ള ഹക്ക് പൂർത്തിയാക്ക്, ഹക്ക് വിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, നബിയെ എന്നെയാണ് ഉമ്മാക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അദ്ദി ഹഖ്ഖഹാ, അതാ റസൂലുള്ളാഹിന്റെ മറുപടി, വേറൊന്നും പറഞ്ഞില്ല. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഫവല്ലാഹി ലൗ ഖതഅത ലഹ്മക മാ അദ്ദൈത റുബുഅ ഹഖ്ഖിഹാ. എന്തായി മനസ്സിലാക്കിയത്? നിന്റെ ദേഹത്ത് നിന്ന് നീ മാംസം അരിഞ്ഞെടുത്ത് ഉമ്മാക്ക് കൊടുത്താൽ പോലും ഉമ്മാനോടുള്ള ഹക്കിന്റെ 1/4 പൂർത്തിയാവുകയില്ല. അത് നല്ലൊരു പ്രയോഗമാണ്. മാംസം അരിഞ്ഞെടുക്കുക, സ്വയം അരിഞ്ഞെടുക്കൽ അവിടെ വിഷയം, അല്ലാതെ വേറൊരാൾ അറുത്തുകൊണ്ടവരല്ല. സ്വന്തം ഒരാൾക്ക് ശരീരത്തിൽ നിന്ന് മാംസം അറുക്കാൻ പ്രയാസ. ഇഞ്ചക്ഷൻ വളരെ നിസ്സാരമാണ്. പക്ഷേ സ്വയം ശരീരത്തിൽ സൂചി കുത്തിക്കയറ്റാൻ കഴിയില്ല നമുക്ക്. അത് നമ്മുടെ സൂചി ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുമ്പോഴേക്ക് അത് കഴിയില്ല, വളരെ നിസ്സാരം. വേറൊരാൾ കുത്തിയാലോ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലോട്ടില്ലാനും. ഷുഗറിലോ രോഗം ബാധിച്ച് ഇൻസുലിൻ കുത്തി വെച്ച് ശരീരത്തിൽ ഹോള് വന്നവനെ കുറിച്ചല്ല ഞാൻ ഈ പറയണത്. അങ്ങനത്തെ പല ആൾക്കാരുണ്ട്. അവര് കൂളായിട്ട് സൂചി കുത്തുകയും അവർക്ക് അതൊരു വിഷയമല്ല, മുട്ടായി എന്നും പോലെയാണ് അവർക്ക് ഇഞ്ചക്ഷൻ വെക്കല്. അങ്ങനത്തെ കുറിച്ചല്ല ഈ പറയണത്. ഒരു സാധാരണ ഒരാൾക്ക് തുടക്കത്തിൽ ഒരാൾക്ക് ശരീരത്തിൽ സൂചി കുത്തിക്കയറ്റാൻ കഴിയില്ല. എന്താ കാരണം? സൂചി അവനോട് അടുക്കുമ്പോഴേക്ക് മെസ്സേജ് പാസ് ചെയ്തു അവന്റെ ബ്രെയിനിലേക്ക്. അതുകൊണ്ട് തന്നെ ആ വേദന ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങി കീറുന്നതിന് മുമ്പ്. മറ്റേതല്ല, മറ്റേത് അത് ബ്രെയിനിൽ എത്തുമ്പോഴേക്ക് ഇടുക്കലും കുത്തലും മരുന്ന് പാസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ശരീരത്തിൽ മറ്റൊരാളെ കാരണം അല്ലെങ്കിൽ അറിയാതെ മുറിവ് പറ്റിയാൽ മുറിവ് പറ്റിയതിന്റെ ശേഷം വേദനയാവും. ആക്സിഡന്റ് വന്നവർ വരെ
തല പോയാൽ പോലും എണീറ്റ് നിൽക്കുന്നതൊക്കെ കാണാം. തലയുടെ മുകളിൽ കൂടി ബസ് കയറിയാൽ പോലും പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കും. അത് ഞാനത് കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കും. അതൊരു പ്രകൃതിയാണ്. അതായത് മെസ്സേജുകൾ പാസ് ചെയ്യുമ്പോഴേക്ക് ഒരു കുറഞ്ഞ സമയം എടുക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് കാര്യങ്ങൾ കഴിഞ്ഞാൽ ആ വേദന കഴിഞ്ഞതിന്റെ ശേഷം അറിയുള്ളൂ. നേരെ മറിച്ച് സ്വയം അരിഞ്ഞെടുക്കാൻ കഴിയില്ല. കാരണം എന്താ? ബ്രെയിനിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു. അതാണ് നിന്റെ മാംസം നീ അരിഞ്ഞെടുത്തുകൊണ്ട് നിന്റെ ഉമ്മാക്ക് നീ കൊടുത്താൽ പോലും ഉമ്മാനോടുള്ള നിന്റെ ഹക്കിന്റെ 1/4 പൂർത്തിയാവില്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ്. അപ്പോ എന്നിട്ട് അമാ അലിംത റസൂല പറയാൻ, നിനക്കറിയോ ഇന്നൽ ജന്നത തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽപാദത്തിന്റെ ചുവട്ടിലാണ് സ്വർഗം. ഫസകത റജുലു, ഇത് റസൂല പറഞ്ഞപ്പോ മൂപ്പര് മുണ്ടാറങ്ങനെ നിന്ന് കുറച്ചു നേരം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ അഖൂലു ലഹാ ശൈആ, വല്ലാഹി ലാ അഖൂലു ലഹാ ശൈആ, പടച്ച റബ്ബാണ് ഞാൻ എന്റെ ഉമ്മാനോട് ഇനി ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും വീട്ടിൽ ചെന്ന് ഉമ്മാന്റെ കാൽക്കൽ വീഴുകയും ഉമ്മാന്റെ 2 കദമുകളും ചുംബിക്കുകയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബിദാലിക അമറനി റസൂലുള്ളാഹി എന്ന് പറയുകയും പടച്ചോനെ അള്ളാന്റെ റസൂലിനോട് ഇതാണ് ഉമ്മ കൽപ്പിച്ചത് എന്ന് പറയുകയും ചെയ്തു എന്ന സംഭവം കാണാം. അതാണ്. ഉമ്മാന്റെ നാവ് മോശമാവാം, ഉമ്മാന്റെ സംസാരം മോശമാവാം, ഉമ്മാക്ക് ചന്നിയുണ്ടാവാം, മിണ്ടിപ്പോവരുത്, സഹിക്കന്നെ. എന്തുകൊണ്ട് സഹിച്ചൂടാ? അതിനേക്കാൾ എത്രയോ അപ്പുറത്ത് സഹിച്ചിട്ടുണ്ട്. പിന്നെന്താ സഹിച്ചൂടാത്തത്? അപ്പോ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം. ഇനി ഒരു ഹദീസും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സമയം ഏകദേശം 11 മണിയോട് അടുത്തിട്ടുണ്ട്. കുറച്ച് വൈകിട്ട് തുടങ്ങിയതല്ലേ, അപ്പൊ അതും കൂടെ പരിഗണിച്ചിട്ട് നൂഫൈസ് ഉസ്താദ് ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വലിയൊരു ഹദീസാണ്. ഹദീസിൽ വല്ലദീ ബഅസനി ബിൽ ഹഖ് വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യാ വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യാ, എന്നെ നബിയായി അയച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ മിൻ അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ സുമ്മ ബറ വാലിദഹു ഇല്ലാ കാന മഈ ഫിൽ ജന്നാഹ്, ഒരാൾക്ക് അല്ലാഹു റിസ്ക് കൊടുക്കുകയും അവന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുകയും ചെയ്താൽ അവൻ എന്നോട് കൂടെയായിരിക്കും സ്വർഗത്തിൽ എന്നാ. അപ്പോ ഇത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊടുത്തോ. ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു, അവന്റെ മാതാപിതാക്കൾക്ക് അവൻ ഗുണം ചെയ്യുകയും ചെയ്തു എങ്കിൽ എന്നോട് കൂടെയാണ് അവൻ സ്വർഗത്തിൽ. അപ്പോൾ ഫഖാല റജുലുൻ, കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഇല്ലം യകുൽ ലഹു വാലിദാനി ഫിദ്ദുനിയാ, നമ്മളിൽ പലർക്കുള്ള പ്രശ്നമാണത്, പലരുടെയും ചോദ്യമാണത്. അള്ളാഹുവിന്റെ മുർസലായ നബിയേ, ഫഇല്ലം യകുൻ വാലിദാനി വഇല്ലം യകുൽ ലഹു വാലിദാനി ഫിദ്ദുനിയാ, ദുനിയാവിൽ അവന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലെങ്കിലോ നബിയേ, അവന്റെ ഉമ്മിപ്പി ഹയാത്തിലില്ലെങ്കിലോ? അപ്പോൾ ഫഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫമാ യഫ്അൽ, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യതസദ്ദഖ് അൻഹുമാ ബിഇത്ആമി തുആം വഖിറാഅത്തിൽ ഖുർആൻ ഔ ബിദ്ദുആ. യതസദ്ദഖ് അൻഹുമാ ബിഇത്ആമി തുആം, അവർക്ക് ആളുകൾക്ക് ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ സ്വതക്ക ചെയ്യട്ടെ. ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. അത് നിങ്ങൾ ആണ്ട് എന്ന് പേര് പറഞ്ഞാലും ശരി, നൂറ്റാണ്ട് എന്ന് പേര് പറഞ്ഞാലും ശരി, 7 എന്ന് പേര് പറഞ്ഞാലും ശരി, 14 എന്ന് പേര് പറഞ്ഞാലും ശരി. യതസദ്ദഖ് അൻഹുമാ ബിഇത്ആമി തുആം, ഭക്ഷണം കൊടുക്കുക. ആളുകളെ വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുക്കുക, ഉമ്മാന്റെ പേരിൽ സ്വതക്കായിട്ട് ചെയ്തൂടെ? അത് കൊല്ലത്തിലൊരുക്കം നടത്തണോ ആണ്ട് എന്ന് പറഞ്ഞോട്ടെ. ഇനി ആഴ്ചയിലൊരു ദിവസം ഒരുക്കം നടത്തുന്ന വാരായിട്ട് നടത്തിക്കോട്ടെ. ഈ 100 കൊല്ലം കൂടുമ്പോൾ 100 എന്ന് പറഞ്ഞോ, 10 കൊല്ലം കൂടും 15 എന്ന് പറഞ്ഞോ, പേരെന്ത് പറഞ്ഞാലും ശരി ത്വായം ചെയ്യുക, അത്രേ ഉള്ളൂ. ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക പാവങ്ങൾക്ക്.
ഉമ്മാക്ക് സ്വതക്കായിട്ട്, മരിച്ചുപോയ ഉമ്മാക്ക്. വഖിറാഅത്തിൽ ഖുർആൻ, അവർക്ക് വേണ്ടി ഖുർആൻ ഓതി കൊടുക്കുക, ഖുർആൻ ഓതുക, മരിച്ചുപോയവർക്ക് വേണ്ടി ഖുർആൻ ഓതുക. ഔ ബിദ്ദുആ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക. ഫഇൻ തറക്കഹുമാ, അവരെ രണ്ടുപേരെയും ഒഴിവാക്കിയാൽ, മരിച്ചുപോയതിന്റെ ശേഷം ഉമ്മാനെയും ഉപ്പാനെയും ഒരാൾ ഒഴിവാക്കിയാൽ അവർക്ക് വേണ്ടി സ്വതക്കയില്ല, പ്രാർത്ഥനയില്ല, ഖുർആനോത്തുമില്ല, ഒന്നുമില്ല. അങ്ങനെ അവരെ ഒഴിവാക്കിയാൽ ഫഖദ് അക്കഹുമാ, അവൻ അവരെ വെറുപ്പിച്ചവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അവരെ വെറുപ്പിച്ചവനാണവൻ. വമൻ അക്കഹുമാ ഫഖദ് അസ്വാ, അവരെ ആരെങ്കിലും വെറുപ്പിച്ചാൽ അവൻ ദോഷം ചെയ്തവനാ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. എന്നിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്, മാമിൻ അബ്ദിൻ സ്വല്ലൽ ഫരീള വദഅ ലിവാലിദൈഹി ബിൽ മഗ്ഫിറ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ഫർള് നിസ്കരിക്കുകയും അവർക്ക് വേണ്ടി മഗ്ഫിറത്ത് കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരാളുമില്ല. ഇല്ലസ്തജാബല്ലാഹു തആല ലഹു ദുആഅഹു വഗഫിറ ലഹു വഗഫറ ലഹു, അല്ലാഹു അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും മഗ്ഫിറത്ത് ചെയ്യുകയും ചെയ്തിട്ടല്ലാതെ ബിബറകത്തി ദുആഇഹി ലഹുമാ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തതിന്റെ ബറക്കത്ത് കാരണമായിട്ട്. വലൗ കാന ഫാസിഖൈൻ, ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, വലൗ കാന ഫാസിഖൈൻ, ഉമ്മയും ഉപ്പയും തമ്മാടികളാണെങ്കിലും. ഒരു കള്ളൂടിയാനാണ് ഉപ്പ കള്ളൂടിയാനാണ്, തെമ്മാടിയാണ്, ഫാസിഖാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ആയിക്കോട്ടെ, അത് ആരാണ്? നിന്റെ ഉപ്പയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്തോ. ദുആ ചെയ്യുമ്പോ കള്ളൂടിയാനാണ് ഉപ്പാക്ക് വേണ്ടി ദുആക്ക്, അങ്ങനെയൊന്നുമില്ല. അവർ കള്ള് കുടിച്ചോട്ടെ, അവർ കള്ള് കുടിക്കുന്നത് തെറ്റാണ്, അത് ശരിയാണെന്നല്ല. പക്ഷേ അത് കള്ള് കുടിച്ചത് കൊണ്ട് നിന്റെ ഉപ്പ അല്ലാതാകുന്നില്ല, നിനക്കത് ഉപ്പ തന്നെയാണ്. നീ ആ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും അതിന്റെ ബറക്കത്ത്. വലൗ കാന ഫാസിഖൈൻ, ഒരു തമ്മാടികളാണെങ്കിലും ശരി. ഇനി 1 മിനിറ്റ് കൂടെ ഉണ്ട് അല്ലേ? ആ മിനിറ്റ് കൊണ്ട് ഞാനൊരു ഹദീസ് കൂടി പറഞ്ഞുതരാം. അബൂദറിനിൽ ഗഫാർ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഹബീബായ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു, മൻ മശാ ലിസിയാറത്തി വാലിദൈഹി കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ 100 ഹസന. ഒരാൾ അവന്റെ മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യാൻ നടന്നു പോയാൽ അള്ളാഹു അവന്റെ ഓരോ ഖത്വത്തിനും ഓരോ കാലടികൾക്കും 100 ഹസനത്ത് പ്രതിഫലം നൽകുന്നതാണ്. വമഹ അൻഹു 100 സയ്യിഅ, 100 സയ്യിഅത്ത് അവനെ തൊട്ട് മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ്. വറഫഅ ലഹു 100 ദറജ, 100 ദറജത്ത് അവനെ ഉയർത്തുകയും പദവി ഉയർത്തുകയും ചെയ്യുന്നതാണ്. എന്താ അവൻ ചെയ്യേണ്ടത്? അവൻ ചെയ്യേണ്ടതൊന്നുമില്ല. ഉമ്മാനും ഉപ്പാനും പോയി സിയാറത്ത് ചെയ്യുക. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരടുത്ത് പോയി കാണാം, മരിച്ചവരാണെങ്കിൽ പള്ളിപ്പറമ്പ് പോയി കാണാം, സിയാറത്ത് ചെയ്യുക. ഇതാ മമ്മശാലി സിയാറത്തി വാലിദൈഹി. വീട് മാറി താമസിച്ചു അല്ലെ? വീട് മാറി താമസിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം, പറ്റുമെങ്കിൽ എന്നും ഉമ്മാന്റെ അടുത്തുനിന്ന് പോലെ ആരെ കുറിച്ചാ പറഞ്ഞതെന്നറിയോ? വെറുതെ വീട്ടിൽ നിന്ന് വെറുതെ പുറത്തിറങ്ങിയിട്ട് ഉമ്മയും ഉപ്പയും താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ ഉമ്മാന്റെ അടുത്ത് ആ സിറ്റ് ഔട്ടിൽ മുറുക്കി വെറ്റില മുറുക്കിയിരിക്കുന്ന ഉമ്മല്ലേ, ദിനേശ് വീടി വലിച്ചിരിക്കുന്ന ഉപ്പല്ലേ, ആ ഉപ്പാനെ പോയി കാണുന്നില്ല ഈ പറഞ്ഞത്. ആ ഉപ്പാനെ പോയി കാണുന്നതിന്റെ പ്രതിഫലമായി പറഞ്ഞത്. ഏത്? ആ സിറ്റ് ഔട്ടിൽ വെറ്റിലി മുറുക്കിയിരിക്കുന്ന ദിനേശ് വീടി വലിച്ചിരിക്കുന്ന ആ മഹാപാവല്ലേ, ആ ഉപ്പാനെയും ഉമ്മാനെയും പോയി കാണുന്നതിന്റെ പ്രതിഫലമാണ് ഈ പറഞ്ഞത്. അവന് 100 ഹസനത്ത് എഴുതപ്പെടുകയും 100 സയ്യിഅത്ത് മായ്ച്ചു കളയുകയും ചെയ്യും ഓരോ ഹത്വത്തിന്. മാത്രമല്ല ഫഇദാ ജലസ ബൈന യദൈഹിമാ, അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ അവന് ഇരിക്കുകയും വതകല്ലമ മഅഹുമാ ബിത്വയ്യിബിൽ കലാം, നല്ല രീതിയിൽ അവരോട് സംസാരിക്കുകയും ചെയ്താലോ, അഅ്താഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി നൂറൻ യസ്ആ ബൈന യദൈഹി, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ അവനെ ചുറ്റിക്കൊണ്ടുള്ള വളരെ മനോഹരമായ രീതിയിൽ അവനെ വലയം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകമായ പ്രകാശത്തെ അള്ളാഹു അവന് നൽകും ആദരവായിട്ട്.
എന്തിന് വെറുതെ അവിടെ വെറ്റില മുറുക്കിയിരിക്കുന്ന ഉപ്പാന്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ച് ഉപ്പാനൊന്ന് സമാധാനിപ്പിച്ചാൽ എന്തൊക്കെയാ ഉപ്പാക്കളെ വിശേഷങ്ങള് റാഹത്ത് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ ഉപ്പാന്റെ അടുത്ത് ഉമ്മി ഇരിക്കുമ്പോ അവരെടുത്ത് പോയി വെറുതെ ഇരുന്നാൽ അതായി പറഞ്ഞത്. ഉമ്മാന്റെ മടിയിലൊന്ന് തല വെച്ച് കിടക്കുക, ഉമ്മാക്ക് വേദന ഉണ്ടാകും. നമ്മുടെ ആ മൊരവൻ തല ഉമ്മാന്റെ മടിയിൽ വെക്കുമ്പോ ഉമ്മാക്ക് വേദന ഉണ്ടാകും. പ്രായം ചെന്ന തുടകളാണ്. പക്ഷേ ആ വേദന മിണ്ടൂല. എത്ര മൂത്ത മോനായാലും ശരി ഉമ്മാന്റെ മടിയിലൊന്ന് തല വെച്ച് കിടന്നോക്ക്. ആ സമയത്ത് ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കി നോക്ക്, ഉമ്മ ഒന്നുകൂടെ ഗ്ലാമർ കൂടിയിട്ടുണ്ടാവും. അത്ര സന്തോഷമായിരിക്കും ഉമ്മാക്ക് ആ സമയം. എത്ര വേദന ഉണ്ടായാലും ശരി ഉമ്മ മിണ്ടൂല. കാരണം എന്താണെന്നറിയോ? എന്റെ മോനെ പെണീറ്റ് പോകരുതെന്ന് ആഗ്രഹിക്കുള്ളൂ. അതാണൊരു ഉമ്മാന്റെ ഉമ്മാന്റെ മനഃശാസ്ത്രം അങ്ങനെയാണ്. അതല്ലേ അള്ളാഹു തആല ഇത്ര ഫضൽ അവർക്ക് കൊടുത്തതും ഇത്ര ശ്രേഷ്ഠത അവർക്ക് കൊടുത്തതും അതാണ്. അപ്പോ അവരോട് എടുത്തു പോയി എന്നൊരു സംസാരിച്ച് അവരൊന്ന് സുഖിപ്പിച്ചാൽ എന്നിട്ട് കേട്ടോ, അവരെ സുഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് അവൻ തിരിച്ചു പോരുമ്പോൾ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവനായിട്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. എന്താ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നന്നാകാനുള്ള വഴികള്. ഇതൊക്കെ ചെയ്താൽ തന്നെ വലിയ സന്തോഷത്തിലാവാം. കാര്യങ്ങളൊക്കെ നടക്കും, എല്ലാം നടക്കും. ഇതൊന്നും ചെയ്യാതെ നിങ്ങള് സുജൂദിൽ കിടന്ന് ദ്വാരക്കൽ മാത്രമല്ല, കാര്യം മേപ്പെട്ടും തല താഴത്തേക്കുമായിട്ട് കെട്ടി തൂക്കി കിടന്നിട്ട് ദ്വാരത്തിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കാര്യബോധത്തോടുകൂടെ ആദരിക്കേണ്ടതൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടതിനൊക്കെ ബഹുമാനിച്ചും വളരെ മാന്യമായി വളരെ സന്തോഷത്തോടെ ദുആക്ക് ഇജാബത്തുള്ളവരായി ജീവിക്കാൻ നമുക്കും അഹ്ലുകാർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖും സന്മനസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ജട്ടാനുജന്മാരൊക്കെ പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. വളരെ കഷ്ടപ്പെടുന്ന വളരെ നിത്യരോഗികളായ ഉമ്മമാരും ഉപ്പമാരും പലർക്കുമുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ പ്രദാനം ചെയ്യട്ടെ. പല ഭാഗത്തു നിന്നും നമ്മുടെ KICR ശ്രോതാക്കളും അല്ലാത്തവരുമായ പലരും ദുആ വസിയത്ത് ചെയ്തവരും ദുആർക്കാൻ വേണ്ടി പലപ്പോഴും പറയുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും സദുദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റി ജീവിക്കൽ ഹൈറാകുന്നിടത്തോളം ഇസ്സത്തോടെ അന്തസ്സോടെ ജീവിക്കാനും മരിക്കൽ ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്തു തൗഹീദ് ഉറക്കെ ആവർത്തിച്ച് ഉച്ചരിച്ച് മരിക്കാനും നമുക്കും അഹ്ലുകാർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറായ നിലക്കുള്ള പ്രതിഫലം നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവരെ ഖൈറിലാക്കട്ടെ. പലരും PM ചെയ്ത് പറയുന്നുണ്ട്. PM ചെയ്യുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും പലരും ദുആ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും മുറാദുകൾ അല്ലാഹു അറിയുന്നവനാണ്. പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞ വിഷയങ്ങളുടെയൊക്കെ സവാബ് കൊണ്ട് അതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് എല്ലാവരെയും ദുആ വസിയത്ത് ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ ഖൈർ പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ എന്താണോ മുറാദുകൾ ആ മുറാദുകൾ അല്ലാഹു ആശാക്കി കൊടുക്കട്ടെ. എന്താണോ അവരുടെ വിഷമങ്ങൾ ആ വിഷമങ്ങൾ അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹു അതൊക്കെ പരിഹരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രവർത്തനങ്ങൾ വളരെ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിലും ഇതിന് കാതോർക്കുകയും ഇത് ശ്രദ്ധിക്കുകയും ഇതൊരു വിഷയമാക്കിയെടുക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതില് പണ്ഡിതന്മാരും സാധാരണക്കാരും സാദാത്യങ്ങളും കുട്ടികളും സ്ത്രീകളും അങ്ങനെ പലരും വലിയ വളരെ വളരെ ബഹുമാനിക്കേണ്ട പല കുടുംബിനികളും ഒക്കെ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ വളരെ പ്രത്യേകമായി നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, പർശോനെ കോയക്കുട്ടി ഉസ്താദിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിലോ പത്രത്തിലോ എന്നറിയില്ല ഈ വീൽ ചെയറിൽ ഇരിക്കുന്നതായിട്ട് എയർപോർട്ടിൽ ഇങ്ങനെ കണ്ടു. സത്യത്തിൽ ഇപ്പൊ അതൊരു വലിയൊരു വിഷയമൊന്നുമല്ല, പക്ഷെ പ്രായം ചെന്ന മനുഷ്യനാണ്. പക്ഷെ എന്നാലും കോയക്കുട്ടി ഉസ്താദ് വീൽ ചെയറിൽ ഇരിക്കുന്ന ആ ഒരു കാഴ്ച
അത് കണ്ടപ്പോ മനസ്സിനൊരു പടച്ചിൽ വന്നുപോയ പോലെ. അവരൊക്കെയാണ് നമ്മുടെ ബലം, അവരൊക്കെയാണ് നമ്മുടെ ശക്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ വലിയ വലിയ ആലിമീങ്ങൾ പലരുണ്ട്. ഇപ്പോ അതുപോലെ നമ്മളിപ്പോ ഇന്നലെ മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്മാൻ മുസ്ലിയാർ, മിനിഞ്ഞാന്നിട്ടെ തൃശ്ശൂർ ജില്ലയിലുള്ള റിയാദ് സ്വാലിഹിനൊക്കെ പരിഭാഷ എഴുതിയിരുന്ന, തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ സംസ്ഥയുടെ കാര്യമായ പ്രവർത്തകനും വലിയ ആലിമുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതേപോലെ പലരും ഇപ്പോൾ ഇന്നലെ ഷാർജയിൽ 33 വയസ്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സുഹൃത്ത് ഹാർട്ട് അറ്റാക്കായി മരണപ്പെടുകയുണ്ടായി. അതേപോലെ പലരും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ ജ്യേഷ്ഠാനുജന്മാരും കുടുംബത്തിനും പലരും ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് നമ്മിൽ നിന്ന് അടർന്നു വീണ പലരുണ്ട്. ജീവിതത്തിൽ കാര്യമായ അമലുകളൊന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ചിന്തകൾ അവരിലേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് അജിലെത്തി കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ മഗ്ഫിറത്തിന് ഒരാളോട് മുശാവറ ചെയ്യേണ്ടതില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ റഹ്മത്തും മഗ്ഫിറത്തും അവരിലേക്ക് ചൊരിയട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവർക്കും, വല്ലവരും ഖബറിൽ പ്രയാസപ്പെടുന്നവരോ അദാബ് അനുഭവിക്കുന്നവരോ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മശായിഖന്മാരുടെയും ആലിമീങ്ങളുടെയും ഹബീബായ മുത്തുനബിയുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ ഈ നിമിഷം എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദിന്റെ ക്ലാസ് ആയിരുന്നു. നമ്മൾ ഇതുവരെ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം, സങ്കടം മനസ്സിൽ തട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PM അടിക്കുകയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇതിന്റെ അവലോകനം നടത്താൻ വേണ്ടിയിട്ട് ഉസ്താദുമാര് ശംസുദ്ദീൻ ഫൈദ് ഉസ്താദ്, അച്ചൂർ ഫൈദ് ഉസ്താദ് ഉണ്ടെങ്കിൽ മൈക്കിൽ വരണം. ഉസ്താദുമാരാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. പക്ഷേ ഉസ്താദുമാർ ബിസി ആയിരിക്കും. ഏതായാലും ഉസ്താദിന് ഇത്ര ഹൃദയത്തിൽ തട്ടിയ വിഷയത്തിൽ അവസാനം മാതാവിനെ കുറിച്ച് ആ കിടക്കുന്ന കാര്യം, ആ മുഖത്തേക്ക് നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിൽ തട്ടാത്ത ഒരു വ്യക്തിയും ഇന്ന് ഈ ക്ലാസ് കേട്ടിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇത് ക്ലാസ് എടുത്തുന്ന ഉസ്താദിന് പ്രത്യേകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ഞങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഉസ്താദിനും വേണ്ടി, ഉസ്താദിനും ഒരുപാട് മാനസികമായ പ്രയാസമുണ്ട്. നമുക്കൊക്കെ വേണ്ടി നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഉസ്താദിന്റെ കാര്യം ഉസ്താദ് മറച്ചു വെക്കുന്നു. പക്ഷെ അത് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് ഉസ്താദിനും എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്നും സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി ബുഷ്റാഖുൽ യൗമിൽ ശംസുദ്ദീൻ ഫൈലി കുവൈത്തിൽ നിന്നും സുന്നത്ത് നമസ്കാരങ്ങൾ പാർട്ട് 3 എന്ന വിഷയത്തിലാണ് ക്ലാസ്. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം. ഏതായാലും നമ്മുടെ സോങ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ സാരഥി ജംഷിയെ മൈക്കിലേക്ക് വിളിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.